എന്താടാ ബർത്ത്ഡേ ആയിട്ട് നീ എന്തൊക്കെ വിളിക്കുന്നതിനാ? എന്റെ ബർത്ത്ഡേ ആണോ? അതെ. ഈ കേക്കിനകത്ത് ഹാപ്പി വെഡിങ് ആനിവേഴ്സറി ആ മോർണിംഗ് വന്നേ പറഞ്ഞുതരാം. അതെ, അച്ഛൻ മോന്റെ ബർത്ത്ഡേക്ക് കേക്ക് മേടിക്കാൻ വേണ്ടി ഒരു കടയിൽ പോയി. ആ കടയിൽ ചെന്ന് കഴിഞ്ഞപ്പോ കടക്കാരൻ പറയാ, ഇവിടെ ഒരു വെഡിങ് ആനിവേഴ്സറിയുടെ കേക്കിന്റെ ഓർഡർ ഉണ്ടായിരുന്നു. പക്ഷെ അവരുടെ വീട്ടിൽ കൊറോണ ആയതുകൊണ്ട് അവർക്ക് ആ കേക്ക് കൊണ്ടുപോകാൻ പറ്റണില്ല. 50% ഡിസ്കൗണ്ടിന് തരാന്ന് പറഞ്ഞു. കാശ് കിട്ടിയ കക്കിയോ? ഇതിനൊക്കെ കാശ് ചെലവില്ലടാ. അച്ഛൻ പിന്നെ ഒരച്ഛനോട് പറയാൻ പറ്റിയ മണഞ്ഞ വാക്കുകളാണോ അതൊക്കെ? ഇത് എവിടെ നിന്നാണ് ഇങ്ങനത്തെ ഇങ്ങനെ കൊണ വാക്കുകൾ നിനക്ക് കിട്ടിയത്? മേലാൽ ഇതുപോലത്തെ പിന്നെ വർത്തമാനം അച്ഛന്മാരോട് പറഞ്ഞു കഴിഞ്ഞാ അടിച്ചതിന്റെ കാരണം ഞാൻ പൊട്ടിക്കാൻ. ആ ബർത്ത്ഡേ ആയിട്ട് പോട്ടെ, നീ ഇങ്ങോട്ട് വാ. നീ ഒരു കാര്യം മനസ്സിലാക്കണം. എനിക്ക് നീയും നിനക്ക് ഞാനും മാത്രമേ ഉള്ളൂ. നിന്റെ അമ്മ പോയതിന് ശേഷം അച്ഛൻ വേറൊരു പെണ്ണ് കെട്ടാത്തതിന്റെ കാരണം മോനെ അറിയാലോ. വേറെ പെണ്ണ് കിട്ടാത്തതുകൊണ്ട് മാത്രല്ല, വന്ന അമ്മ തന്നെ അച്ഛന്റെ കയ്യിലിരിപ്പുകാരനല്ലേ കൊണ്ട് പോയത്. ഏടാ അതൊക്കെ മിണ്ടാണ്ടേക്ക്. നല്ലൊരു ദിവസമായിട്ട് നമ്മൾ എന്തിനാ വെറുതെ ആവശ്യമില്ലാത്ത കാര്യങ്ങളൊക്കെ പറയണേ? നീ സാധനങ്ങളൊക്കെ ഒന്ന് കെട്ടി. എനിക്കൊരു കാര്യം കൂടി പറയാനുണ്ട്. നമുക്ക് കുറച്ച് പടക്കം കൂടി ഉണ്ടായിരുന്നെങ്കിൽ ഭയങ്കര കളർഫുൾ ആയിരുന്നു. എന്തിനാ പടക്കം പൊട്ടിക്കാറോ? ഇപ്പൊ തന്നെ കാശ് എത്ര പൊട്ടിന്ന് അറിയാമോ നിനക്ക്? ഈ കൊറോണ കാലത്ത് വെറുതെ ആവശ്യമില്ലാണ്ട് കാശ് ചെലവാക്കരുത് സർക്കാർ പറഞ്ഞേക്കണതാ. നീ സാധനങ്ങൾ മുഴുവൻ കെട്ടാൻ നോക്കൂ. ഒരു കാര്യം ചെയ്യ്, കുറെ ബലൂണും സാധനങ്ങളും അവിടെ ഇരിപ്പുണ്ട്, അതെല്ലാം എടുത്തുകൊണ്ട് വരാം. നീ വാ, നമ്മൾ മാത്രമേ ഉള്ളൂ നമ്മുടെ കാര്യം. വാ. ഇന്ന് വെഡിങ് ആനിവേഴ്സറി ആണോ? അല്ല, കൺഗ്രാറ്റ്സ്. ഡയാനയുടെ ബർത്ത്ഡേ ആണോ? അല്ലല്ല, ഹാപ്പി വെഡിങ്. ഇത് ആരുടെയാടാ ഹാപ്പി വെഡിങ് ആനിവേഴ്സറി? ഇവിടെ നിങ്ങളുടെ ആരെങ്കിലും വെഡിങ് ആനിവേഴ്സറി ആണോ ഇന്ന്? ശബ്ദം മാത്രമേ വരുന്നുള്ളൂ. അത് കാറ്റില്ല, കാറ്റ് പോയി. ആരാ? നിങ്ങളാരാ? നമ്മുടെ ഷൂട്ടിംഗ് സ്ഥലത്ത് വന്നിട്ട് നമ്മളാരാന്ന് ചോദിച്ചാൽ നമ്മളെന്ത് പറയും? അല്ല, ആരടി എനിക്കറിയാം. ആരാന്ന് ചോദിക്കാൻ നിങ്ങൾ ആരാന്ന് ഞാൻ ചോദിച്ചത്. ആരാന്ന് ചോദിക്കാൻ നിങ്ങൾ ആരാന്ന് ചോദിക്കണ്ടേ? ഇവിടെ നമ്മൾ എടുത്തേക്കുന്ന സ്ഥലത്ത് വന്ന് നിന്നിട്ട് നിങ്ങളൊരു പരിചയമില്ലാണ്ട് തൊപ്പിട്ടൊരു ചെറുക്കനെ കൊണ്ടുവന്നിട്ട് നമ്മളോട് നമ്മളാരാന്ന് ചോദിച്ചാൽ ഞാനെന്ത് പറയും? കാര്യം നിങ്ങൾ പ്രശസ്തനായിരിക്കാം, പക്ഷേ എനിക്ക് നിങ്ങളെ മനസ്സിലായില്ല. ഞാൻ പ്രശസ്തനായത് എന്റെ കഷ്ടപ്പാട്. അത് ഐ ആം എ ഗവൺമെന്റ് എംപ്ലോയി. ഐ ഹാവ് ഹ്യൂമൻ റൈറ്റ്സ്. ഞാൻ കോടതി പോകും. സമൂഹ മാധ്യമങ്ങളെ നാട്ടിക്കും ഞാൻ. ഇല്ല, ഹ്യൂമൻ റൈറ്റ്സ് എനിക്കും ഉണ്ടല്ലോ. ആയിക്കോട്ടെ. ഞാൻ ഇന്നലെ ദിവസം വാടകയ്ക്ക് എടുത്തേക്കുന്ന ഒരു ഫ്ലോറാണ്. അവിടെ വന്നിട്ട് എന്റെ മകന്റെ ബർത്ത്ഡേ ഈ ഓഡിറ്റോറിയമാണ് കഴിഞ്ഞ 5-6 മാസങ്ങളായിട്ട് ഞങ്ങൾ വാടകയ്ക്ക് എടുത്തുകൊണ്ട് ഞങ്ങളുടെ പരിപാടിയുടെ ഷൂട്ടിംഗ് നടക്കുന്നത്. നമ്മുടെ പരിപാടിയുടെ ഷൂട്ടിംഗ് ഇവിടെ ആണല്ലോ നടക്കുന്നത്. ദാറ്റ് ഈസ് നോട്ട് മൈ മിസ്റ്റേക്ക്. ദാറ്റ് ഈസ് യുവർ മിസ്റ്റേക്ക്. ഞങ്ങൾ ഷൂട്ട് ചെയ്യാൻ വേണ്ടി ബുക്ക് ചെയ്ത ദിവസം കേട്ടോ. റെസീറ്റ് ഒന്നും എടുക്കണ്ടോ? താൻ റെസീറ്റ് എടുക്കണ്ട. ഞങ്ങൾ ഇവിടെ ബുക്ക് ചെയ്തിട്ടുണ്ട്. താങ്കൾ താനൊന്നും വിളിക്കരുത്. ഞാൻ വിളിക്കും. മണന്ന വർത്താനങ്ങൾ പറഞ്ഞാണ് മനസ്സിലായത് കേട്ടാ. ഈ ഓഡിറ്റോറിയം ഈ ഡേറ്റിന് ഞാൻ എടുത്താണ്. പൊന്നു സുഹൃത്തെ, നിങ്ങൾ താൻ സുഹൃത്ത് നല്ലല്ലോ നേരത്തെ വിളിച്ചത്. അല്ല, ഞാൻ തനിക്ക് ഹ്യൂമൻ റൈറ്റ്സ് ഉണ്ട്, താൻ ഭയങ്കര എംപ്ലോയി ആന്നൊക്കെയല്ലേ പറഞ്ഞത്. നിങ്ങൾ വിടല്ലേ? നമ്മൾ ഈ ഓഡിറ്റോറിയം ഇത് കഴിഞ്ഞ ഇത്രയും ദിവസമായിട്ട് നമ്മൾ ബുക്ക് ചെയ്തിട്ടുണ്ട്. നമുക്ക് ഇതിനുള്ള റൈറ്റ് ഉണ്ട്. ഇന്ന് നമ്മുടെ ഷൂട്ടിംഗ് നടക്കുമ്പോൾ എന്റെ കൊച്ചിന്റെ ബർത്ത്ഡേക്ക് ഡയന വിടാൻ പറ്റില്ല. ഇവിടെ നമുക്കാണ് പ്രശ്നം പറ്റിയത്. ഞായറാഴ്ചയായിരുന്നു നമ്മുടെ ഷൂട്ട് വെച്ചിരുന്നു, ഓർക്കുന്നില്ലേ? ഞായറാഴ്ച ലോക്ക്ഡൌൺ ആയതുകൊണ്ട് നമ്മളെ തലേ ദിവസം എടുത്തു ഷൂട്ട്. ശനിയാഴ്ച ഷൂട്ട് വെച്ചേക്കോണം. നമുക്കാണ് മോൻ പേടിക്കണ്ട. മോന്റെ ബർത്ത്ഡേക്ക് അച്ഛൻ ഒരു സർക്കാർ എംപ്ലോയി ആണെന്നുണ്ടെങ്കിൽ അത് സർക്കാർ. ഹാപ്പി ബർത്ത്ഡേ ടു യു, ഹാപ്പി ബർത്ത്ഡേ ഡിയർ ഏതോരുത്തൻ, ഹാപ്പി ബർത്ത്ഡേ ടു യു. ഷാരടി, സന്തോഷം, നിങ്ങളത് ആശംസ അറിയിപ്പിച്ചല്ലോ. പക്ഷെ വേറൊരു കാര്യം, അങ്ങനെ ചെറിയ ഒരു കേക്ക് മുറിക്കുന്ന പോലുള്ള പരിപാടി അല്ലല്ലോ ഷൂട്ടിംഗ്. ക്യാമറയ്ക്ക് പൈസ കൊടുക്കണം. അങ്ങനെ ഷൂട്ടിംഗ് നടന്നില്ലെങ്കിൽ നഷ്ടം കുറയാണല്ലോ. അങ്ങനെയല്ലോ ആദ്യം വന്ന കേറി കൊടുമുടി കേറി മെക്കട്ട് കേറിയത് സഹകരിക്കണം. ലക്ഷക്കണക്കിന് രൂപ പോകും. സെലിബ്രിറ്റി ഗസ്റ്റ് ഒക്കെ വിളിച്ചു വരുത്തിക്കാണ്. ഷൂട്ടിംഗ് നടന്നില്ലേ കാശ് പോവും. കാല് പിടിക്കാമല്ലോ.
അങ്ങനെ വഴിക്ക് വാ. പിടിക്കാമല്ലോ കാല് പിടിക്കാം പോലെ എങ്ങനെയാണ് സാധിക്കണം സാറേ നമ്മുടെ ഷൂട്ടിംഗ് ഒന്നും നടന്നില്ലെങ്കിൽ ആരടി സന്തോഷം. എന്റെ മകന്റെ ബർത്ത്ഡേ ആയിട്ട് നമ്മൾ ഈ ഒരാളെയും വേദനിപ്പിക്കുന്നത് ഞങ്ങൾക്ക് ഇഷ്ടമല്ല. ഷൂട്ട് ഒന്ന് പ്രീപോൺ ചെയ്യേണ്ടി വന്നു. ശരിക്കും നാളത്തേക്കുള്ള ഷൂട്ട് ഇന്നേക്ക് വെച്ചതാ. അവര് കൺട്രോളർ എന്നോട് പറഞ്ഞില്ല. ആയിക്കോട്ടെ അപ്പം നമുക്ക് ഇന്ന് ഷൂട്ട് കിടന്നില്ലേ നഷ്ടം വരും. ഓഹോ ഓക്കെ. ലക്ഷക്കണക്കിന് രൂപ നഷ്ടം വരും. അപ്പൊ നമ്മൾ സഹകരിച്ച് നിന്നാൽ നമ്മുടെ ഷൂട്ടിംഗ് ആ സൈഡിൽ കൂടെ നടന്നു നോക്കുള്ളൂ. തീർച്ചയായിട്ടും ഞങ്ങൾക്കൊരൊറ്റ ആഗ്രഹം, ഞങ്ങൾക്ക് ഇപ്പൊ വേറെ ഫ്ലോർ ഒന്നും കിട്ടാനില്ല. അല്ല ഈ ഓഡിറ്റോറിയത്തിൽ തന്നെ നമ്മൾ ഓഡിറ്റോറിയത്തിൽ തന്നെ നമുക്ക് നിങ്ങളുടെ ബ്രേക്ക് സമയത്ത് ഞങ്ങൾക്ക് ഒരു കേക്ക് കട്ടിങ്ങിനുള്ള ഒരു സൗകര്യം ഒരുക്കി തന്നാൽ മതി. പിന്നെ വേറൊരു കാര്യം എന്ന് വെച്ചാൽ പിഷാരടി ഒരു വീഡിയോ ആശംസ എന്ന് പറഞ്ഞു ഞാൻ തരാം. നമ്മളൊക്കെ ചെയ്തുതരാം, എല്ലാം ചെയ്തുതരാം കേട്ടോ. അപ്പൊ എന്നെ ഗസ്റ്റുകളെ കൊണ്ടൊന്ന് അത് നമ്മൾ ചെയ്യാം. നമ്മള് വലിയ പിന്നെ ഒരുപാട് രൂപ കേട്ടോ. നിങ്ങൾക്കും അതാണല്ലോ വരുന്ന ഗസ്റ്റുകൾ കേട്ടോ. അപ്പൊ നിങ്ങളോടുള്ള ഞാൻ ശരിക്ക് നിങ്ങളുടെ ബർത്ത്ഡേക്കും കൂടെ വേണ്ടിയിട്ട്, കാരണം നമ്മുടെ ഫണ്ട്സ് അപ്പോൺ എ ടൈം വേറെ കാര്യം, ഒരു വലിയ ആളും കൂടെ നമ്മുടെ ബർത്ത്ഡേക്ക് വേണ്ടി പങ്കെടുക്കാൻ വേണ്ടി എത്തുന്നുണ്ട്. നല്ല ഡയറക്ടറാണ്, അഭിനേതാവാണ്, ഒരുപാട് അവാർഡുകളൊക്കെ കിട്ടിയിട്ടുണ്ട്. മോനൊക്കെ ഇഷ്ടം പോലെ കണ്ടിച്ചിരിക്കുന്ന സിനിമയില്ലേ CD മൂസയൊക്കെ ഇല്ലേ, അതുപോലുള്ള സിനിമയൊക്കെ സംവിധാനം ചെയ്തൊരു മാമനുണ്ട്. വിളിച്ചോട്ടെ. അപ്പൊ ഏറെ സ്നേഹത്തോടെ നമുക്ക് സ്വാഗതം ചെയ്യാം ശ്രീ ജോണി ആന്റണി. എന്റെ ബർത്ത്ഡേയാ. നിങ്ങൾ തുടങ്ങുന്നതിന് മുമ്പ് വീഡിയോ ഒക്കെ എടുത്തോ ജോണി ചേട്ടാ. പ്ലീസ് ഒരു വീഡിയോ. താങ്ക് യു. അതെ ജോണി ചേട്ടാ, ഞാൻ ജോണി ചേട്ടനെ ക്ഷണിച്ചത് അതിന് വേണ്ടി തന്നെയാണ്. ചെറിയൊരു പ്രശ്നം പറ്റി. നമ്മൾ ഈ ഓഡിറ്റോറിയത്തിൽ സെറ്റ് ഇട്ടിട്ടാണല്ലോ എല്ലാ തവണ ഷൂട്ടിംഗ് നടത്തുന്നത്. അപ്പോൾ ഡേറ്റ് മാറിപ്പോയിട്ട് ഇന്നത്തെ ഇവരുടെ ബർത്ത്ഡേ ആഘോഷം കൂടി ഇത് ഓഡിറ്റോറിയത്തിലാണ് വെച്ചേക്കുന്നത്. ഒരു ചെറിയ കുഞ്ഞിന്റെ ബർത്ത്ഡേ അല്ലേ, ഒന്ന് സഹകരിക്കുന്നതിന് കുഴപ്പമില്ല. അപ്പൊ നിങ്ങളുടെ മോന്റെ ബർത്ത്ഡേക്ക് ഇപ്പൊ ജോണി ചേട്ടനെ പോലെയുള്ള ആൾക്കാരെയൊക്കെ കിട്ടിയില്ലേ? പിന്നെ സന്തോഷം. അപ്പൊ കേക്ക് മുറിക്കണ കാര്യം വീഡിയോ. ജോണി ചേട്ടാ, നമുക്കൊരു ബർത്ത്ഡേയുടെ ഒരു വീഡിയോ വിഷൻ കൊടുക്കണം, കേക്ക് ഒന്ന് മുറിക്കണം കുറച്ച് കഴിയുമ്പോ. എനിക്ക് 6 വയസ്സ്. ആ തൊപ്പിയുടെ അറ്റം കണ്ണി കൊത്തല്ലേ? അച്ഛൻ നാളത്തരക്കാരനാണോ? അല്ല ഡ്രസ്സും മുറിയെ കണ്ടിട്ട് മൊത്തത്തിലൊരു. ഓക്കെ, അപ്പം നമുക്ക് വേണ്ടത് ചെയ്തു തരാം. ആയിക്കോട്ടെ. അപ്പൊ ഞങ്ങൾ ഈ സൈഡിൽ എവിടെയും ഉണ്ടാവും. അപ്പൊ ഞാൻ പറഞ്ഞ പോലെ പിഷാരുടെ ഒരു വീഡിയോ നമ്മുടെ പിള്ളേർ ചെയ്യും എല്ലാവരും. അപ്പോഴേ നിങ്ങളുടെ ബർത്ത്ഡേ ആയിട്ട് ബന്ധപ്പെട്ട് നമുക്ക് ഇവിടെ കാര്യങ്ങളൊക്കെ ചെയ്യാം. ഷൂട്ട് നടക്കണം, ബർത്ത്ഡേ നടക്കണം. ഇപ്പൊ രാഹുകാലമാണ്, ഇപ്പൊ കോമഡി പറയാൻ പറ്റിയ സമയം. ബർത്ത്ഡേ കേക്ക് മുറിക്കാൻ പറ്റിയൊരു ഇതല്ല. അങ്ങനെയുണ്ടല്ലേ? അപ്പൊ കേക്കൊക്കെ ഒന്ന് എടുത്ത് മാറ്റിക്കോ. നമ്മളൊന്ന് 2 പരിപാടി കാണിച്ചിട്ട് നമ്മൾ ആ സമയത്ത് മുറിക്കുന്ന സമയത്ത് കൊണ്ടുവന്നാൽ വിളിച്ചാൽ മതി. ആയിക്കോട്ടെ, എന്ത് പറഞ്ഞാലും നമ്മൾ അപ്പൊ തന്നെ നമ്മൾ ഇത് ചെയ്യാലോ. വേർഷൻ 2.0 ഈ വേദിയിൽ പെർഫോമൻസിന് എത്തുന്ന സ്റ്റാൻഡപ്പ് കൊമേഡിയൻ. ഈ സ്റ്റാൻഡപ്പ് കൊമേഡിയനെ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ ശരിക്കും പറഞ്ഞാൽ ആദ്യം ഒന്ന് ഞെട്ടും, പിന്നെ നിങ്ങളുടെ മുഖത്ത് വിടരുന്നത് ഒരു മനോഹരമായ പുഞ്ചിരിയായിരിക്കും. യെസ്, ഇറ്റ്സ് എ വെരി സ്പെഷ്യൽ പെർഫോമർ. അദ്ദേഹത്തോടെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു ലിറ്റിൽ സ്റ്റാൻഡപ്പ് കൊമേഡിയൻ കെൻസ. ഹലോ, വെൽക്കം. കോട്ട് എവിടെ? കോട്ടിലാണ് ഇവിടെ സ്റ്റാൻഡപ്പ് കോമഡി പറയാൻ പറ്റൂല. നമ്മളുടെ ഇവിടത്തെ ഒരു നിയമം കോട്ട് വേണമെന്നൊരു ചെറിയ നിയമം ഉണ്ടല്ലോ. എന്താ ചെയ്യുന്നത്? ജോണി ചേട്ടൻ ഒരു കോട്ട് മേടിച്ചു കൊടുക്കാൻ പറ്റുമോ? മോടെ വീട് എവിടെ? ചന്ദിരൂര്. പേരെന്നാ? കെൻസ. ഒരു കോട്ട് മേടിച്ചു കൊടുക്കാൻ പറ്റുമോ? കോട്ട് ഇനിയിപ്പം പ്രോഗ്രാം കഴിഞ്ഞാൽ ഇപ്പൊ മേടിച്ചു കൊടുക്കണം കൊച്ചിന്റെ കോട്ട്. ജോണി ചേട്ടൻ ഏത് കളർ കോട്ടാ വേണ്ടേ? എനിക്ക് ഏതെങ്കിലും മതി. ഏതെങ്കിലും ഒരു കളർ കോട്ട് മേടിച്ചു കൊടുക്കാൻ പറ്റുമോ? ഇപ്പോഴത്തെ പ്രോഗ്രാം കഴിഞ്ഞിട്ട് പോയിട്ട് കഴിഞ്ഞിട്ട് മേടിച്ചു കൊടുക്കാം. നന്നായിട്ട് അവിടെ ചെയ്യുവാണ്. നീ എത്രാം ക്ലാസ്സിലാ പഠിക്കുന്നേ? UKG. ആ ചേച്ചിയെ കണ്ടാൽ എത്രാം ക്ലാസ്സിൽ പഠിക്കുന്നതായിട്ട് തോന്നും? ആ ചേച്ചി എത്രാം ക്ലാസ്സിലായിരിക്കും? അങ്ങോട്ട് തിരിയല്ലേ, ഇങ്ങോട്ട് തിരിഞ്ഞു പറ. 4. ബുദ്ധിയല്ല, മൊത്തം കണ്ടാൽ എത്ര? അതാണ് 4. ഈ മോൻ എത്രാം ക്ലാസ്സിലായിരിക്കും? 5. ഈ മോനോ? എന്റെ പറയണ്ട മോളെ. അല്ല പറയണം. 10ാം ക്ലാസ് ആണെ പിന്നെ എനിക്ക് കുഴപ്പമാവും. ഈ മാമൻ എത്രാം ക്ലാസ്സിലാ?
10ാം ക്ലാസ്സിലായി അല്ലേ? ഓക്കെ, അപ്പൊ ഇന്ന് തമാശ പറയാനൊക്കെ റെഡി ആയിട്ടാണോ വന്നേക്കുന്നേ? യെസ്, പോയിരിക്കണം കേട്ടാ. ഓക്കെ, റെഡി അല്ലേ? റെഡി റെഡി റെഡി. ഓക്കെ, മോക്ക് നമുക്കൊരു വലിയ കൈയടി കൊടുക്കാം അല്ലേ, തുടങ്ങുന്നതിന് മുന്നേ തന്നെ. ഓക്കെ, ഹായ്, എൻ്റെ പേര് കെൻസ. കെൻസൻ്റെ അർത്ഥം എന്താണെന്നറിയാമോ നിങ്ങൾക്ക്? നിധി. ഞാൻ ജനിച്ച് 3 വയസ്സായപ്പോഴാണ് അപ്പം എനിക്ക് പേര് കണ്ടുപിടിച്ച. ഈ പേരിനൊന്നും അർത്ഥമുള്ളതെന്ന് ഞാൻ കുറച്ച് എഴുതിയപ്പോഴും അബ്ബാക്കും ഉമ്മയ്ക്കൊക്കെ മനസ്സിലായത്. പാവ അബ്ബാൻ്റെ ഉള്ള നിധിയും കൂടി പോകാൻ തുടങ്ങി. എന്നെ വീട്ടിൽ വിളിക്കുന്ന കാശെന്നാണ് ഉമ്മ പറയും. കാശും കൂടി പുറത്താൻ പറ്റില്ല, കാശിനും കൂടി പുറത്തായാൽ കാശ് കരുവാളെന്നും പറഞ്ഞ് എല്ലാവരും എന്നെ കാണാതെ ഒളിച്ചാ പുറത്തേക്ക് പോകുന്നത്. നിങ്ങൾക്കറിയോ, എൻ്റെ അപ്പാരും ഇതെല്ലാം മാരേജ് ആയിരുന്നു. കല്യാണത്തിന് മുമ്പേ ഉമ്മേൻ്റെ നമ്പർ അബ്ബ എങ്ങനെ നിങ്ങൾക്ക് സേവ് ചെയ്തെന്നറിയാവോ? മൈ ലവ്. കല്യാണം ഉറപ്പിച്ചപ്പോൾ എന്നെ സേവ് ചെയ്തെന്നറിയാവോ? മൈ ലൈഫ്. കല്യാണം കഴിഞ്ഞാൽ സേവ് ചെയ്തെന്നറിയാവോ? റോങ് നമ്പർ. ഉമ്മ വിളിച്ചാൽ പോലും അബ്ബ എടുക്കൂല. എൻ്റെ ഉമ്മിനെ കല്യാണം കഴിഞ്ഞ് എവിടെയൊക്കെ കൊണ്ടുപോകാന്നറിയാവോ? വാഗമൺ മുതലേ അങ്ങ് മണാലിയിൽ വരെ കൊണ്ടുപോകാന്നറിയാം. പക്ഷേ അവനുണ്ട് ഇപ്പോഴും വാഗമണ്ണി സ്റ്റക്കായി നിൽക്കണേന്. എങ്ങനെ വെഡിങ് ആനിവേഴ്സറി വന്നാൽ നമുക്ക് സ്വൈര്യം കൊടുക്കില്ല. ഇന്ന് എന്നെ കാണാത്ത സ്ഥലത്തെ കറങ്ങാൻ കൊണ്ടുപോകണമെന്നും പറഞ്ഞ് അങ്ങനെ ആ ഭൂമിൻ്റെ കണ്ണോത്തിയിട്ട് നേരെ അടുക്കളയിട്ടുണ്ട് 2 കറക്കം കെട്ടിറക്കിട്ടേ. നീ ഇതുവരെ കാണാത്ത സ്ഥലം നന്നായിട്ട് ചുറ്റി കണ്ടോന്ന്. ഞങ്ങൾ കളിക്കല്ലേ ഉമ്മച്ചി ആർച്ച് കിടക്കണമെങ്കിൽ നല്ല മണം വരും, ഉമ്മ ആർച്ച് കിടക്കണമെങ്കിൽ ഒരു മണം വരില്ല. ഉമ്മ ഉണ്ടാക്കുന്ന ഭക്ഷണം ഉമ്മ എന്നെ വെച്ചെടുക്കുമ്പോൾ ഉമ്മ അബ്ബൻ്റെ അടുത്ത് പറയും നമുക്കിന്ന് ഹോട്ടലിൽ പോയി ഫുഡ് കഴിക്കാമെന്ന്. അങ്ങനെ അങ്ങ് ഹോട്ടലിൽ പോയി സ്റ്റൈലിലിരുന്ന് മെനുക്കാരൊക്കെ ചോദിക്കണമെന്ന്. അപ്പോൾ പോയി എന്തിനാ മെനുക്കാരുടെ കാളിച്ചായ ഒരു കടയും കുടിക്കാനുള്ള കാശുള്ളൂന്ന്. എങ്ങനെ ഉമ്മയ്ക്ക് അബ്ബൻ്റെ ദേഷ്യം വരാണ്ടിരിക്കണത്. 2 നേരമൊക്കെ കീരിയും പാമ്പാ. ഞാൻ എൻ്റെ അടുത്ത് പറഞ്ഞേ, ഞാൻ വലുതേ കല്യാണം കഴിക്കുമ്പോൾ ഇങ്ങനെയൊക്കെയല്ലേ എൻ്റെ ചക്കൻ കാട്ടിയാൽ ഞാൻ എൻ്റെ കൂമ്പിടിച്ചോടിക്കുന്നു. നിങ്ങൾക്കറിയാം, ഞാൻ സംസാരിക്കാൻ തുടങ്ങിയപ്പോൾ എന്നെ പ്ലേ സ്കൂളിലാക്കി. എന്തോ കഷ്ടപ്പാടാ. രാവിലെ വിളിക്കും, കാച്ചു എണീക്കാച്ചു സ്കൂളിൽ പോകാൻ ടൈം അയച്ചെന്ന് പറഞ്ഞ് എങ്ങനെ ഞാണിച്ചില്ലെങ്കിൽ നാഗവല്യോഗം ഇത്ര വേഗം ഒളിച്ച് ഒന്ന് കുളിപ്പിക്കും. അബ്ബ ഷൂസ് ഇടിക്കുമ്പോൾ ഉമ്മി യൂണിഫോം ഇടിക്കും. അബ്ബ ടൈ കെട്ടുമ്പോൾ ഉമ്മി മുടി കെട്ടും. അതിൻ്റെ അടുക്ക് കൂടി 2-3 ഇഡ്ഡലി എൻ്റെ വാലോട്ട് കുത്തി കയറ്റി വെക്കും. ഞാൻ അമ്മ അടുത്ത് വെച്ച് എന്താ അമ്മയ്ക്ക് എപ്പോഴും ഇഡ്ഡലി തന്നെ പറഞ്ഞേ, ഇഡ്ഡലി നല്ല ബുദ്ധി കിട്ടുമെന്ന്. പിന്നെ ഇഡ്ഡലിൻ്റെ ഉള്ള ബുദ്ധി ഇരിക്കുന്നത് ആ റേഷൻ കടത്തെ ഉഴുന്നും പച്ചിരി തീർക്കാൻ വേണ്ടിയിട്ടാണ് ഞങ്ങളുടെ വീട്ടിലൂടെ ഉമ്മി ഇഡ്ഡലിയാണ് ഉണ്ടാക്കുന്നത്. കറക്റ്റ് ഒറ്റാകുമ്പോൾ ഞങ്ങളുടെ വീടിൻ്റെ ജോതിക്കൊരു മഞ്ഞുണ്ട് നിൽക്കും. അതിൻ്റെ പേര് നമുക്കറിയാവും, സ്കൂൾ ബസ്. അല്ലെങ്കിൽ ഇവിടെ തള്ളിക്കേറ്റി വിടും. പാൻറ്റി വരുമ്പോൾ എനിക്കൊരു ടാറ്റ കൊടുത്തേ. എനിക്ക് ടാറ്റ കൊടുക്കാമെന്നല്ല, ചവിട്ട് ഓടിക്കാനാണ് തോന്നുന്നത്. ഉമ്മ സ്കൂളിലെ എന്ത് വഴി കിട്ടി എന്നാലും ചേർക്കും. ഡാൻസിന്, ഫാൻസി ഡ്രസ് കോമ്പറ്റീഷൻ, എല്ലാത്തിനും. അങ്ങനെ ഒരു ദിവസം പാട്ടിൻ്റെ കോമ്പറ്റീഷൻ വന്നപ്പോൾ ഉമ്മയാണ് ചേർക്കാൻ പോയപ്പോൾ അബ്ബ ഉമ്മയുടെ അടുത്ത് പറഞ്ഞേ, നീ എന്തിനു വേണമെങ്കിലും കൊച്ചിൻ ചേർത്താ, പക്ഷെ നീ പാട്ട് മാത്രം കൊച്ചിൻ ചേർക്കരുതെന്ന്. ഒന്നാമതിൻ്റെ കറക്റ്റ് സൗണ്ടാ. ഉമ്മയുടെ പാട്ടെടുത്ത് പറഞ്ഞാൽ ഇങ്ങനെയൊക്കെ പാടണമെന്ന്. സെർലയുടെ മോളെ പൊന്നിൻ്റെ കയ്യിലല്ലേ എന്തിനു വന്നു നീ, അത് പിന്നെ ചേട്ടാ വീട്ടിലെത്തണിച്ചാ കൂട്ടിന് വരുമോ നീ. സെർലയുടെ മോളെ എന്തിനു വന്നു നീ, അത് പിന്നെ ചേട്ടാ വീട്ടിലെത്തണിച്ചാ കൂട്ടിന് വരുമോ നീ. എങ്ങനെയുണ്ട് എൻ്റെ പാട്ട്? സൂപ്പറല്ലേ? എൻ്റെ പാട്ട് കേട്ട് ദിവസം കണ്ട വഴിയോടി. ഞാൻ സ്കൂളിൽ പോകാൻ തുടങ്ങിയപ്പോൾ എനിക്ക് സംശയങ്ങളും തുടങ്ങി. മിസ് പഠിപ്പിക്കണേ ഫ്രൈഡേ വെള്ളിയാഴ്ചയെന്ന്. ഞാൻ വീട്ടിൽ നിന്നിട്ട് ഉമ്മീൻ്റെ അടുത്ത് വെച്ചു, ഉമ്മി ഫ്രൈ എന്ന് പറയാൻ കുറച്ച് സാധനം ഡേ എന്ന് വെച്ചാൽ ദിവസം. ഇപ്പോൾ ഫ്രൈഡേ വെച്ച് ദിവസമല്ലേ, എങ്ങനെ ഫ്രൈഡേ വെള്ളിയാഴ്ച ആണത്? ഈ തെറ്റൊക്കെ പഠിപ്പിക്കാനാണ് ഉമ്മ സ്കൂളിൽ വിടണത്. ഉമ്മ ഒന്നും മുട്ടാതെ ഒറ്റപ്പോക്ക്. ഉമ്മയ്ക്കോല എൻ്റെ ഉത്തരം അറിഞ്ഞൂടാ. ഞാൻ കളിച്ച ശേഷം ഉമ്മിക്കുമ്പോൾ ഫ്രിഡ്ജ് പറഞ്ഞ് ഇത്തിരി തണുത്തോളം കുടിച്ചാൽ അമ്മ അപ്പം തുടങ്ങും കാച്ചു തണുത്തോളം കുടിക്കല്ലെന്ന്. അതെന്താ എനിക്കറിയാവോ, പണ്ടത്തെ കാലം എനിക്ക് ചുമന്നിട്ട് എന്നെ ഹോസ്പിറ്റലിൽ കിടത്തിയിട്ടുണ്ട്. അപ്പം മുതൽ ഉമ്മയ്ക്ക് തണുത്തോളം ശത്രുവാണ്, ഐസ്ക്രീം ശത്രുവാണ്. എങ്ങാനും ഇച്ചിരി വെള്ളം കുടിച്ചാൽ അമ്മ അപ്പം തുടങ്ങും കാച്ചു തണുത്തോളം കുടിക്കല്ലേ, തിളപ്പിച്ചാൽ അണുക്കളൊക്കെ ചത്തോളുന്നു. അപ്പം എനിക്കൊരു സംശയം, ഇത്ര നാൾ ഈ തിളപ്പിച്ച അണുക്കൾ ചത്തി കിടന്നോളാണോ ഉമ്മേനെ കുടിപ്പിച്ചത്? ഉമ്മ പറയണേ കാച്ചു കൊടുത്തൊരു സംശയം കൂടുതലാണ്. ഈ സംശയങ്ങൾ പിന്നെ നമുക്ക് ചോദിക്കാനുള്ളതല്ലേ. എൻ്റെ സംശയം കൊടുത്തിട്ടില്ല, സ്റ്റാൻഡപ്പ് കൊടുത്തിട്ടില്ല. നീ വരും, ബൈ.
വായില് വെള്ളം പറ്റി. വായിൽ വെള്ളം പറ്റിയോ? വെള്ളം വേണോ? വേണ്ട, വേണ്ടേ? ഇനി അവിടെ നിന്ന് കുടിച്ചോളാം. ആ ശരി. അപ്പൊ നമുക്ക് രമേശ് ചേട്ടനോടും ജോഡി ആന്റലി അങ്കിളിനോടും എങ്ങനെ ചോദിക്കാം, എങ്ങനെ ഇരുന്നും ചോദിക്കാം. ആ എങ്ങനെയുണ്ട്? എങ്ങനെയുണ്ട്? ഞാൻ കുറച്ച് നേരം കുറച്ച് ചെറിയ കുട്ടികളായിട്ടുള്ള ആരെങ്കിലും വന്നിട്ട് ഇവിടെ പാലക്കര് വന്ന് ഞാൻ എന്താ പറഞ്ഞ അറിയോ, പല ആളുകൾ ഇവിടെ വന്നിട്ട് പലതരത്തിലുള്ള സ്റ്റാൻഡപ്പ് കോമഡികൾ കാണിച്ചിട്ടുണ്ട്. പക്ഷെ ഞാൻ ഇത്ര വർഷം ഇവിടെ ഇരുന്ന് പല കോമഡി കേട്ടിട്ട് ആദ്യമായിട്ട് ഒരാൾ ഇവിടെ വന്ന് ഇങ്ങനെ ഒരു കോമഡി പറയണം ഞാൻ കേട്ടത്. ബേബിക്ക് മനസ്സിലായോ? ഇല്ല. ബേബിയുടെ ലാംഗ്വേജ് പറഞ്ഞേ നല്ലത് കോമഡി നന്നായിരുന്നു. എന്താ നിധി എന്നാണോ മോളുടെ പേരിന്റെ അർത്ഥം? Yes. ഇതില് കുറച്ച് കോമഡികള് വാപ്പയും കുറച്ച് കോമഡികൾ ഉമ്മയല്ലേ പഠിപ്പിച്ചു തന്നത്? എനിക്കറിയാം. വാപ്പേനെ കുറ്റം പറഞ്ഞ എന്നെ പഠിപ്പിച്ചു തന്ന. വാപ്പയെ കുറ്റം പറഞ്ഞത് മുഴുവൻ ഉമ്മയും, ഉമ്മയെ കുറ്റം പറഞ്ഞത് മുഴുവൻ വാപ്പയും പഠിപ്പിച്ചു തന്നതല്ലേ? രണ്ടുപേർക്കും 50-50 അതിനകത്ത് പങ്കുള്ളതായിട്ടാണ് കോമഡികൾ കേട്ടപ്പോ തോന്നിയത്. കേട്ടെ, സ്കൂളിൽ പോകാൻ ഇഷ്ടമല്ലേ? ഇപ്പൊ ഓൺലൈൻ ക്ലാസ് അല്ലേ? ഓൺലൈനില് ക്ലാസ് എന്തൊരു ബുക്ക് എടുക്കാം, എല്ലാത്തിലും ഉമ്മിന്റെ തന്നെ പഠിക്കും. ഞാൻ ക്ലാസ് കണ്ടില്ലെങ്കിൽ ഇങ്ങനെ തല്ലും. ക്ലാസ് കണ്ടില്ലെങ്കിലോ? അത് ഞാനൊക്കെ അങ്ങനെ. ഞങ്ങളൊക്കെ പക്ഷെ ഭയങ്കര പഠിക്കുമായിരുന്നു. ചെറിയ കുട്ടികളായിരുന്നപ്പോ ഞങ്ങൾ പഠിക്കുമായിരുന്നു കൃത്യമായിട്ട്. കാറ്റിന്റെ സ്പെല്ലിംഗ് എന്താ? പറ. സി ആ ആ സി ആ ഞാൻ മറന്നു. എനിക്ക് പണ്ട് പഠിച്ചത് ക്യാച്ച്. കാറ്റിന്റെ സ്പെല്ലിംഗ് എന്താ ജോണിച്ചറിയോ? കൊച്ചു പറഞ്ഞത് 2-3 കൊല്ലം സ്കൂളിൽ പോയിട്ട് അന്ന് പഠിച്ചതാ. സി വരെ ഓർക്കുന്നുണ്ട്. ബാക്കി മോളെ 2 അക്ഷരമുണ്ട്. എനക്കറിയായിരുന്നു ഇത്. അയ്യോ ഞാൻ ഓക്കെ കലക്ക് കേട്ടോ മോളെ. നല്ല രസമായിരുന്നു കേട്ടോ മോളെ. ഒരു ഉപ്പമ്മയെ പഠിപ്പിച്ചെങ്കിലും മോള് നന്നായിട്ട് പറഞ്ഞു. നല്ല ഓർഡറായിട്ട് ഒട്ടും ചമ്മലില്ലാതെ വളരെ ധൈര്യപൂർവ്വം പറഞ്ഞു. ഇങ്ങനത്തെ ഷോയുടെയൊക്കെ ഒരു ബ്രിഗേഡിയർ എന്ന് പറഞ്ഞ ആളായത്. ഇദ്ദേഹത്തിന്റെ മുന്നിലേക്ക് ഇത്ര ധൈര്യസമേതം അണമുറിയാതെ പറയാൻ പറ്റുക എന്ന് പറഞ്ഞത് വലിയ കാര്യമാണ്. മിടിക്കുക മോള് കേട്ടോ. അപ്പൊ കെൻസ ഇനിയും ഇതുപോലുള്ള നല്ല നല്ല സ്റ്റാൻഡപ്പ് കോമഡി പെർഫോമൻസ് ഒക്കെ ചെയ്യണം കേട്ടോ. കെൻസ മോളെ കലക്കി. അതിനെക്കൂടെ ആൾക്കാർ വേറെ ഉണ്ട് കേട്ടാ. കരക്കി പോയി കളിച്ചാൽ മതി, മനസ്സിലായ മോളെ? സൂപ്പറായിട്ടുണ്ട്. അടിപൊളി തമാശ എന്ന് പറഞ്ഞ അടിപൊളി തമാശ. ഇന്ന് അങ്കിളിന്റെ മോന്റെ 6ാമത്തെ ബർത്ത്ഡേ ആണ്. അപ്പൊ ഇന്ന് ബർത്ത്ഡേക്ക് കേക്ക് മുറിക്കലുണ്ട്, അത് കഴിഞ്ഞ് ഭക്ഷണം ഉണ്ട്. അതെല്ലാം കഴിച്ചതിന് ശേഷം മാത്രമേ 6 വയസ്സ് തന്നെ. അപ്പൊ വീട്ടിൽ നിന്ന് വന്നവരോട് എല്ലാവരോടും ഭക്ഷണം കഴിച്ചിട്ടേ പോകാവൂന്ന് പറയണം. ചരടേ നമ്മുടെ പരിപാടികളൊക്കെ എന്റെ ഷൂട്ടിംഗ് ഭംഗിയായിട്ട് നടക്കുന്നുണ്ട്. ഷൂട്ടിംഗ് ഇപ്പൊ കഴിഞ്ഞ പാർട്ടി പെർഫോമൻസ് കഴിഞ്ഞു. എല്ലാം വളരെ ഭംഗിയായിട്ട് നടക്കുന്നുണ്ട്. പക്ഷെ നമ്മുടെ കുട്ടിയുടെ ബർത്ത്ഡേ കാര്യം ഒന്നും കേക്ക് മുറിച്ചിട്ടില്ല. ചെയ്താലോ? ആയില്ലല്ലോ. നമ്മൾ പറഞ്ഞു രാഹു തീരാണ്ട് ചെയ്യാൻ പറ്റില്ല അല്ലേ ജോണിച്ചേട്ടാ? ഇല്ല കുറെ നേരം കൊണ്ടുണ്ട്. അല്ല ഇത്രയും പേരുള്ളതല്ലേ, അപ്പം നമുക്ക് എല്ലാം കൂടെ കഴിച്ചിട്ട് ലാസ്റ്റ് മുറിക്കാം. മതി മതി മതി. സാറിനെ പോലെ വലിയൊരാള് സംസാരിക്കാൻ കഴിഞ്ഞ വലിയ ഭാഗ്യം. ഒരു അച്ഛന്റെ ഒരു ആഗ്രഹം ആയിട്ട് കണക്ക് കൂട്ടിയാൽ മതി. എന്താ? മകന്റെ ബർത്ത്ഡേ ആണല്ലോ. അതെ, നമ്മുടെ ഡേറ്റും എന്റെ ഡേറ്റും ആണല്ലോ. ഞാനാണല്ലോ സഹകരിക്കുന്നത്. നിങ്ങൾ ചെറുതായിട്ടൊന്ന് സഹകരിച്ചാൽ എന്താ വേണ്ടേ? അതായത് ഇങ്ങനത്തെ ഒരു 3 തൊപ്പിയും കൂടി ഞാൻ സംഘടിപ്പിച്ചിട്ടുണ്ട്. അപ്പൊ അത് ഒരെണ്ണം ജോണി ആന്റണി സാറും ഒരെണ്ണം പിഷാരടിയും ഒരെണ്ണം ഡയാനും കൂടി വച്ചിരിക്കുകയാണെങ്കിൽ. ഞാൻ തോറ്റിട്ട് തൊപ്പി ഇട്ടിട്ടില്ല. പിന്നെ തൊപ്പിയൊക്കെ ഇട്ടിരിക്കുന്നതേ നമ്മള് ബർത്ത്ഡേ അല്ലല്ലോ, അതുകൊണ്ടുള്ള ഒരു ചെറിയ സംഭവം എന്നുള്ളത് ഞാൻ പറഞ്ഞു. ഒരു അച്ഛൻ ആ കൊച്ചു വെച്ചോളൂ. ഈ കൊച്ചല്ലേ ആ തൊപ്പി ആ കുട്ടിക്ക് കൊടുത്തേ. ആ കൊച്ചു കൊടുത്തേ. അത് വെച്ചു കൊടുത്തു. ഭാവിക്ക് വെച്ചു കൊടുത്തേ. ഏതോ മറ്റുള്ളവരുടെ സന്തോഷമാണ് നമ്മുടെ സന്തോഷം. ഓക്കെ. അത് ഞാൻ എടുത്തുതരാം. ഞാനിപ്പോ എടുത്തുതരാം. മതി മതി മതി. അവിടെ എടുത്തുതരാം. നമസ്കാരം. 6ാം പിറന്നാൾ ആഘോഷിക്കുന്ന യദുകൃഷ്ണന് എന്റെയും സിനിമാ സംവിധായകൻ ജോണി ആന്റണിയുടെയും ഹൃദയം നിറഞ്ഞ പിറന്നാൾ ആശംസകൾ വാട്സാപ്പിലേക്ക് അയച്ചു തരാം. ഒരു വാചകം കൂട്ടായിരുന്നു. എന്താ? അതായത് ആ വീഡിയോ എടുത്തപ്പോ 6ാം പിറന്നാൾ ആഘോഷിക്കുന്ന എന്റെ ആത്മമിത്രം സുബ്രഹ്മണ്യൻ ചേട്ടന്റെ മകൻ യദുന്നും കൂടി പറഞ്ഞാൽ ഞാനിപ്പോ അയച്ചു തരാം. അല്ല എനിക്കല്ല അയച്ചു തരേണ്ടത്. നിങ്ങളുടെ മോന്റെ പിറന്നാൾ നിങ്ങൾക്കല്ലേ അയക്കേണ്ടത്? അല്ല, പിഷാരടി എടുക്കുന്ന ഈ വീഡിയോ മമ്മൂട്ടിക്ക് അയച്ചു കൊടുക്കണം. ഞാനിത് മമ്മൂക്കയ്ക്ക് അയച്ചു കൊടുക്കണം. എന്നിട്ട് മമ്മൂക്കയോട് അതുപോലെ വീഡിയോ ഇങ്ങോട്ട് അയച്ചു തരാൻ പറയണം എന്റെ എനിക്ക്. അതാണ് ഇപ്പോഴത്തെ ട്രെൻഡ്. അല്ല
അപ്പോ ഞാനെടുത്ത വീഡിയോ അല്ല അത് ഡിലീറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ എന്റെ മൊബൈലിലുണ്ട്. ഒഴിവാക്കാൻ പറ്റും നമുക്ക്. ഞാൻ മേടിച്ചു തരാം, ആ, മേടിച്ചു. പിന്നെ- ചോദിച്ചു നോക്കാം. അതെ, അതെ. ചെയ്തുതരാം. ഒരു പയ്യന്റെ കൂടെ ഇതുണ്ടേ. ഒരു പയ്യന്റെ കൂടി ഉണ്ടല്ലേ? അപ്പൊ ആ പയ്യൻ ഇവിടെ ഈ സ്റ്റാൻഡപ്പ് കോമഡി കളിക്കുന്ന സമയത്ത് ഡയാനയ്ക്ക് വേറെ പ്രത്യേകിച്ച് പരിപാടി ഒന്നുമില്ലല്ലോ? ഒന്നുമില്ല. അപ്പൊ മോള് ഈ കുറച്ച് ബലൂൺ ഊതി വീർപ്പിച്ച് വെക്കട്ടാ. കാരണം വേറെ ഒരു പണിയില്ലാണ്ടിരിക്കല്ലേ, അത് വീർപ്പിച്ച് വെക്കാം. അപ്പൊ വാ, നമുക്ക് ആ ടേബിളൊക്കെ ഒന്ന് റെഡി ആക്കി. കുഞ്ഞാ മോളെ കൊണ്ടുപോകോ? ഓക്കെ, അപ്പോ മൂവിംഗ് ഓൺ ടു our നെക്സ്റ്റ് പെർഫോമർ. ഇതും ഒരു ജൂനിയർ സ്റ്റാൻഡപ്പ് കൊമേഡിയൻ ആണ്. ലെറ്റ്സ് വെൽക്കം മുഹമ്മദ് റിജാസ്. വെൽക്കം റിജാസ്. വെൽക്കം. ഏത് ക്ലാസ്സിലാണ് പഠിക്കുന്നേ? 7th. എവിടുന്നാ വരുന്നേ? കൊല്ലം. മുൻപ് സ്റ്റാൻഡപ്പ് പെർഫോമൻസ് ചെയ്തിട്ടുണ്ടോ? ഇല്ല. ഇല്ല. ക്ലാസ്സിലൊക്കെ കോമഡി പറയോ? അത് അപ്പൊ പിന്നെ അത് ചുമ്മാ വന്നാണ് ഇവിടെ ഞാനൊക്കെ അറിഞ്ഞത് ഇവിടെ വരുന്നവരൊക്കെ നല്ല കോമഡി പഠിച്ചവരും കോമഡി ചെയ്യാൻ പറ്റുന്നവരുമാണെന്നൊക്കെയാണ്. കോമഡി ഒക്കെ പറയും. അപ്പൊ ക്ലാസ്സിൽ പറയത്തില്ല. ക്ലാസ്സിൽ പറയാൻ പറ്റത്തില്ല. ക്ലാസ്സിൽ അല്ല, പറയത്തില്ല. പറയത്തില്ല. വേറെ സദസ്സുകളിൽ ക്ലാസ്സിൽ ഫ്രീ ആയിട്ടൊരു പ്രക്ഷേപണം ഇല്ല നമ്മുടെ, അല്ലേ? എവിടെയാ അപ്പൊ കോമഡി പറയാറ്? കളിക്കാൻ പോകുന്നിടത്തൊക്കെ പറയും. എന്ത് കളിയാ നിങ്ങളെല്ലാം കൂടെ കളിക്കാറ്? ഫുട്ബോള്. ഫുട്ബോൾ കളിക്കുന്നതിന്റെ ഇടയിൽ കോമഡി പറയോ? കളിച്ച് തീർന്നിട്ട് അവിടെ കുറെ നേരം ഇരിക്കും. കളിച്ചു തീർന്ന് അവിടെ എല്ലാരും കൂടെ വട്ടം കൂടി ഇരിക്കുമ്പം ആ, ചെറിയ കോമഡികളൊക്കെ പറയും. ചിലപ്പോഴൊക്കെ. അത് ജയിച്ചിരിക്കുമ്പോഴും തോറ്റിരിക്കുമ്പോഴും ഒരുപോലെ പറയോ അതോ ജയിച്ചാൽ മാത്രം പറയോ? അങ്ങനൊന്നുമില്ല. ലോകത്തിൽ ഇൻസ്റ്റാഗ്രാമിൽ ഏറ്റവും കൂടുതൽ ഫോളോവേഴ്സ് ഉള്ളത് ആർക്കാണ്? റൊണാൾഡോ. കറക്റ്റ്, കൊള്ളാം, വിജയിച്ചു. മിടുക്കൻ. സർ, മോനെ പേര്? റിജാസ്. ആ, റിജാസ്. കൊല്ലത്ത് എവിടെയാ? കരിക്കോട്. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. കലക്ക്. നമസ്കാരം, എൻ്റെ പേര് മുഹമ്മദ് റിജാസ്. ക്ലാസ്സിൽ അത്യാവശ്യം കുരുത്തക്കേടുള്ളൊരു കുട്ടിയാണ്. ഒരു ദിവസം സംസാരം കൂടിയെന്ന് പറഞ്ഞ് മിസ് എന്നെ പൊക്കി ഗേൾസിനിടെ കൊണ്ടിരുത്തി. അത് കണ്ട് എൻ്റെ കൂട്ടുകാരെ യാസിൻ എന്നെ കളിയാക്കി. അതെനിക്ക് സഹിച്ചില്ല. ഞാൻ അവനെ ഇടി വെച്ചങ്ങ് കൊടുത്തു. ചെറുതോ എടുത്തോ വലുതോ അങ്ങനെ പറഞ്ഞാൽ മതിയല്ലേ. അവൻ എനിക്ക് തിരിച്ചിട്ടൊരെണ്ണം തന്നു. അതെന്നെ ചുണ്ടി കൊണ്ട് ചുണ്ട് മുറിഞ്ഞ ചോരയും വന്നു. കണ്ടുകൊണ്ടുവന്ന ക്ലാസ് ടീച്ചർ ഞങ്ങളെ പൊക്കി സിക്ക് റൂമിൽ കൊണ്ടുവരുത്തിയിട്ട് വീട്ടിൽ ഇൻഫോം ചെയ്തു. അപ്പം എൻ്റെ ഉമ്മ വയ്ക്കുക, ആ ടീച്ചറെ ഞാനെന്തോ വേണം, ഒരു ആംബുലൻസും കൊണ്ട് അങ്ങോട്ട് വരണോ അതോ നിങ്ങളൊരു ആംബുലൻസ് കയറ്റി ഇങ്ങോട്ട് വിടുമെന്നു. വീട്ടിൽ ചെന്നപ്പോൾ അത് വെച്ച് ശരിക്കും കിട്ടുകയും ചെയ്തു. എന്നിട്ട് PT പീരീഡ് ആർക്കും ഇഷ്ടമല്ലാത്ത. രാവിലെ ടൈം ടേബിൾ നോക്കുമ്പോൾ PT പീരീഡ് ഉണ്ടെങ്കിൽ സ്കൂളിൽ ഇപ്പോൾ നല്ല സന്തോഷമായിരിക്കും. ഒരു ദിവസം ഞങ്ങൾ ഫുട്ബോൾ കളിച്ചുകൊണ്ടിരുന്നപ്പോൾ എൻ്റെ കൂട്ടുകാരൻ എന്നെ തുമ്പി വന്നു. ഞാൻ അവൻ്റെ കാലിൻ്റെ ഇടയിൽ കൂടെ ബോൾ ഇട്ടുണ്ടോ എന്ന് വിചാരിച്ചു. അങ്ങനെ അവൻ്റെ കാലിൻ്റെ ഇടയിൽ കൂടെ ബോൾ ഇട്ടപ്പോൾ അവൻ കറങ്ങിയ ബോൾ എടുത്തിട്ട് എൻ്റെ കാലിൻ്റെ ഇടയിൽ ഇട്ടുകൊണ്ടുപോയി. ഞങ്ങൾക്ക് തോറ്റെടുക്കാൻ പറ്റത്തില്ലല്ലേ. ഞാൻ പറഞ്ഞാ, നിനക്കടിച്ച മിന്നലും എനിക്കടിച്ച മിന്നലും ഒരേ തന്നെ, അതുകൊണ്ട് നമുക്കൊരേ ശക്തിയെന്ന്. എന്നിട്ട് വേറൊരു ദിവസം ഞങ്ങൾ ഫുട്ബോൾ കളിച്ചപ്പോൾ ഒരു PT സാർ അവിടെ ഇരിക്കുന്നു. ഞങ്ങളുടെ നിന്ന് ബോൾ അടിച്ച് സാറങ്ങ് മാറ്റിയിട്ടു. ഞങ്ങൾ എന്നിട്ട് വെയിലത്ത് നിർത്തിയിരുന്നു. ഒരു പ്രാവശ്യം കൈകാലം പൊക്കി എക്സസൈസ് കാണിച്ചിട്ട് സാറ് മാറി തള്ളത്തുയങ്ങിയിരുന്നു. ആ പീരീഡ് തീരുന്നവരെ ഞങ്ങൾ അങ്ങനെ തന്നെ ചെയ്തുകൊണ്ടിരിക്കേണ്ടതായിട്ട് വന്നു. ഞങ്ങൾ വിചാരിച്ച ആദ്യത്തെ ദിവസമല്ലേ, ഞങ്ങളുടെ ഇഷ്ടം എന്തെന്ന് അറിഞ്ഞുകൊണ്ടെന്ന്. പിന്നെ എല്ലാ PT പീരീഡ് സാർ അങ്ങനെ തന്നെ ചെയ്തുകൊണ്ടിരുന്നു. ഞങ്ങളുടെ ക്ലാസ് അങ്ങ് മുകളിൽ നോക്കൊണ്ട് സാറ് ഗ്രൗണ്ടിൽ ഇരിക്കുന്നു. ഞങ്ങൾ ബോൾ എടുത്തിട്ട് CCTV ക്യാമറയ്ക്കകത്തോലും കിട്ടാത്ത രീതിയിൽ ഒളിച്ചൊളിച്ച് ഗ്രൗണ്ടിൽ വന്നപ്പോൾ സാർ അവിടെ ഇരിക്കുന്നു. ബോളിൽ ഇരിക്കുന്ന എന്നോട് ദേഷ്യപ്പെട്ടിട്ട് ചോദിച്ചു. ഞങ്ങൾ ബോൾ പയ്യാൻ കൊണ്ട് നീക്കി വെച്ചിട്ട് പുരുഷു ഞങ്ങൾ അനുഗ്രഹിക്കണമെന്ന് പറയുന്നതിന് പകരമേ കാലി പിടിച്ച് വലിച്ചിടാനാണ് തോന്നിയത്. എന്നിട്ട് ആ സാറിൻ്റെ പേര് പുരുഷു എന്നല്ല, ഞങ്ങൾ വിളിക്കുന്ന നേവി ബ്ലൂ എന്നാണ്. കാരണം ആ സാർ എപ്പോൾ വന്നാലും നേവി ബ്ലൂ ഷർട്ട് ഇട്ടുകൊണ്ട് വരത്തുള്ളൂ. അത് സാറിൻ്റെ യൂണിഫോം ആയിരിക്കും, ഞങ്ങൾക്ക് അറിഞ്ഞൂടാ. അന്ന് ഞങ്ങളെ കൊണ്ട് എക്സസൈസ് തന്നെ ചെയ്യിപ്പിച്ച്. ഞങ്ങൾ കൈയും കാലിട്ട് മണ്ണി ഉരച്ച് മുറിച്ചിട്ട് സിക്ക് റൂമിൽ പോയിരിക്കും. വെറുതെ ആ വെയിലത്തടുത്ത് ഇങ്ങനെ കാണിക്കുന്നതിനേക്കാളും നല്ലത് സിക്ക് റൂമിൽ AC ഉണ്ട്. ഞങ്ങൾ അവിടെ ഇരിക്കും പീരീഡ് തീരുന്നവരെ. അവസാനം ആ സാറിൻ്റെ ശല്യം സഹിക്കാൻ വയ്യാതെ ഞങ്ങൾ സാറിനെ ബസ്സിൽ കയറ്റിയിട്ട് ഇടിക്കാന്ന് പ്ലാൻ ഇട്ട്. അവസാനത്തെ എക്സാം എല്ലാം കഴിഞ്ഞിട്ട് ഇടിക്കാൻ വേണ്ടി റെഡിയായിട്ട് നിന്നപ്പോൾ എൻ്റെ കൂട്ടുകാരൊന്നും കണ്ടില്ല. എന്താണ് അത് പൊക്കോണ്ടിരുന്നപ്പോൾ സാറ് ബസ്സിൽ ഇരിക്കുന്നു. ഞാൻ പമ്മി അങ്ങോട്ട് ചെന്നിട്ട് കഥ അടച്ച്. എന്നിട്ട് സാറിനെ എടുത്തിട്ടങ്ങ് ഇടിക്കാവുന്നേ ഉള്ളായിരുന്നു. ഞാനൊരു കൊച്ചിറക്കെ സാറിനെ ഇടിച്ചാൽ സാറിന് നാണക്കേടില്ലേ. നാണക്കേടാ സാറ് സ്കൂൾ വിട്ടു സാറിന് പൈസ കിട്ടത്തില്ല. പൈസ കിട്ടില്ലെങ്കിൽ സാറിന് തിന്നാൻ പറ്റത്തില്ല. തിന്നില്ലെങ്കിൽ സാറ് പട്ടിണിടന്ന് ചത്തുത്തില്ലേ. അതെല്ലാം ഒറ്റ നിമിഷം കൊണ്ട് ഞാൻ ഓർത്തെടുത്ത്. അതുകൊണ്ട് സാറിനെ അങ്ങ് വെറുതെ കിട്ടും. അല്ല, എനിക്ക് പേടിയായിട്ടൊന്നും അല്ല കേട്ടോ. ഞങ്ങൾക്കൊരു ലൈബ്രറി മിസ് ഉണ്ട്. ആ മിസ്സിന് ഭയങ്കര വണ്ണം. മിസ് നേരെ നടന്നാലും ചരിഞ്ഞ് നടന്നാലും സൈഡിലുള്ള സാധനം മൊത്തം തട്ടിമറിച്ചിട്ടേ പോകത്തുള്ളൂ. ഞാനങ്ങ് ലാസ്റ്റ് ബെഞ്ചിൽ ഇരിക്കുമായിരുന്നു. മിസ് നടന്ന് വന്ന് എന്നെ അങ്ങ് തട്ടി താഴിട്ട്. ആ മിസ് എന്നെ പഠിപ്പിച്ച എന്തെങ്കിലും സാധനം തട്ടി താഴിട്ട് അത് തിരിച്ചെടുത്ത് വെക്കണമെന്ന്. എന്നെ തട്ടി താഴ്ത്തിട്ട് തിരിച്ചെടുത്ത് വെക്കാനുള്ള മര്യാദ പോലും കാണിക്കാതെ മിസ് നടന്നങ്ങ്. അന്നത്തോടെ സ്കൂളിൽ നിന്ന് TC മേടിച്ച് ഞാൻ വേറെ സ്കൂളിൽ പോയി. ആ സ്കൂളിലാണെങ്കിൽ സമാധാനമുണ്ട്. കാരണം എന്താണെന്നല്ലേ, കൊറോണ കാരണം പോകേണ്ടതായിട്ട് വന്നില്ല ഇതുവരെയ്ക്കും.
ഞാൻ നോക്കൊണ്ട് ഉമ്മി ഫോണിനകത്തിട്ട് കുത്തുന്നു കുറെ. ഞാൻ പോയി നോക്കുമ്പോൾ ഗൂഗിൾ പേക്കകത്ത് ബാലൻസ് നോക്കുന്നു, അത് ഇറർ കാണിക്കുന്നു. ഉമ്മയെ ഒരാൾക്ക് അയച്ചു കൊടുത്ത്. അപ്പോൾ ബാക്കി ബാലൻസ് ഇത്ര ഉണ്ടെന്ന് പറഞ്ഞ് വരുമെന്ന് വിചാരിച്ചു. പക്ഷെ അങ്ങനെ വന്നില്ല. കുറച്ച് EMI ഒക്കെ അടയ്ക്കുന്നുണ്ട്, എത്ര രൂപ ഉണ്ടെന്ന് നോക്കണം. അങ്ങനെ ഞങ്ങൾ ബാങ്കിൽ തന്നെ പോയി. ബാങ്കിൽ പോയിട്ട് അവരുടെ അടുത്ത് പറഞ്ഞ് ബാലൻസ് എത്ര ഉണ്ടെന്ന് നോക്കണമെന്ന്. അവർ പറഞ്ഞ ബാലൻസ് വയ്ക്കാൻ പറ്റത്തില്ല, വിഡ്രോയോ ഡെപ്പോസിറ്റോ ചെയ്യാനേ പറ്റത്തുള്ളൂ. ഉമ്മ പറഞ്ഞ വിഡ്രോ ആയാലേ ഒരു 20 ലക്ഷം രൂപ അങ്ങ് എടുത്ത് തരാം. അവർ ചെക്കെല്ലാം എഴുതിയിട്ട് ബാലൻസ് നോക്കിയിട്ട് പറഞ്ഞ് മാഡം 20 ലക്ഷം രൂപ തന്നെ ആണോ പറഞ്ഞതെന്ന്. ഉമ്മ പറഞ്ഞാണെന്ന്. അവർ പറഞ്ഞു നിങ്ങളുടെ അക്കൗണ്ട് 7500 രൂപയും 50 പൈസയിലേ കിടപ്പുള്ളെന്ന്. ഉമ്മ പറഞ്ഞു ഓ ഇനി 2500 രൂപ കൂടെ വേണമല്ലേ EMI ഫുൾ അടച്ച് തീർക്കാൻ 10 ആക്കാനെന്ന്. അങ്ങനെ ഉമ്മയ്ക്ക് 200 രൂപയുടെ നല്ല അത്യാവശ്യം ഉണ്ടായിരുന്നു. ബാങ്കിൽ പോയിട്ട് അവരുടെ അടുത്ത് പറഞ്ഞ് 200 രൂപ വേണമെന്ന്. ഉമ്മ അപ്പം അവർ പറഞ്ഞ് 200 രൂപ എടുക്കാൻ പറ്റത്തില്ല മാഡം, മിനിമം 500 രൂപയെങ്കിലും എടുക്കണമെന്ന്. അങ്ങനെ ഉമ്മ എന്നാൽ ശരിയെന്ന് പറഞ്ഞ് മേടിച്ച് 200 രൂപ എടുത്ത് ബാഗ് വെച്ചിട്ട് ബാക്കി 300 രൂപ അവരെ കൊടുത്തിട്ട് പറഞ്ഞ് ഇതങ്ങ് തിരിച്ച് അക്കൗണ്ട് ഇട്ടോളാം. എൻ്റെ ഉമ്മ എന്തുവാന്നാ വിചാരം. ചേട്ടാ സർ മോനെ രസമുണ്ടായിരുന്നു. നീ പറയുന്നതിനകത്ത് നല്ല കള്ളം പറയുന്ന ഫീല് നിനക്ക് തന്നെ അറിയാം. നല്ല ചില പിള്ളേർ കള്ളം പറയല്ലേ, ഈ നല്ല തട്ടിപ്പ് കള്ളങ്ങളെ പറയുന്നത്, ആ ഒരു കള്ളം പറയുന്ന പരിപാടി ഉണ്ടായിരുന്നു. ഇത് സംഭവിച്ചിട്ടുണ്ട്, പക്ഷെ എന്റെ അടുത്തല്ലെന്നേ ഉള്ളു. ഇത് സംഭവിച്ചിട്ടുണ്ട്, ആ. അതൊന്നും എന്റെ അടുത്തല്ല. കുഴപ്പമില്ല, തമാശ എല്ലാം സംഭവ കഥകളാണെന്ന് നിർബന്ധമൊന്നുമില്ല. നമ്മൾ പറയാൻ വന്നത് തമാശ ആണല്ലോ. ഞാൻ പറഞ്ഞത് കള്ളം പറയുമ്പോ കള്ളം പറയുന്ന ഫീല് മുഖത്ത് വരരുത്, അത്രേ ഉള്ളൂ. നമ്മൾ പറയുന്നൊക്കെ കള്ളായി. എല്ലാരും വിഷാദിയാകാൻ പറ്റില്ല, എല്ലാവരും മനസ്സിലായില്ലേ? അത് ഓരോരുത്തര് അങ്ങനെ അല്ലാണ്ട് പോവും. പക്ഷെ നിന്റെ പ്രസന്റേഷൻ ഒരു രസമുള്ള ചില നമുക്ക് കേട്ടിരിക്കാൻ തോന്നും. അതൊന്നും ഇല്ലേലും ഉണ്ടെങ്കിലും ഒക്കെ ചിലത് വർത്താനം പറയുമ്പോൾ നമുക്ക് കേട്ടിരിക്കാൻ തോന്നും. അങ്ങനെ ഒരു തോന്നലുണ്ടല്ലോ. ചില കണ്ടിട്ടില്ലേ, ചില പാട്ടുകളിലൊക്കെ നായകൻ ഇങ്ങനെ നോക്കിയിരിക്കുമ്പോ ദൂരെ പെണ്ണിരുന്ന് ഇങ്ങനെ പറയുന്നു, ഇങ്ങനെ ഒന്നും ഒച്ചയൊന്നുമില്ല, പാട്ടാണെങ്കിലും ഇവര് പറയുന്നതായിട്ട് നമുക്ക് കണ്ടിരിക്കാനൊരു സുഖമുണ്ട്. അതുപോലത്തെ ഒരു പറച്ചിൽ രസം നിന്റെ പറച്ചിലുകളിൽ ഉണ്ടായിരുന്നു. അത് ഗംഭീരമായി. തമാശക്കാണേലും സാറുമാരെ ഇടിക്കാനൊന്നും പ്ലാൻ ചെയ്യരുത് കേട്ടോ. ബാക്കി ഒന്നും ഒരു കുഴപ്പമില്ല, തമാശക്കൊക്കെ അങ്ങനെയൊക്കെ പറഞ്ഞാൽ അതിൽ ഇടിക്കാൻ സീരിയസ് ആയിട്ട് നീ പ്ലാൻ ഇട്ടരുത് കേട്ടാ. ചുമ്മാ ഓൾ ദ ബെസ്റ്റ്. ഓക്കെ റിജാസ് നന്നായിരുന്നടാ. ഈ സാറിനെ എക്സസൈസ് ആയിരുന്നു ചോദിച്ചോണ്ടിരുന്നത് നിങ്ങളെ കൊണ്ട്. എക്സസൈസ് എന്ന് പറയാൻ പറ്റത്തില്ല, കൈയ്യടി അത്രേ ഉള്ളൂ. അതിനിപ്പോ സാറിനെ നിങ്ങളെ തിരിച്ച് അല്ല എക്സസൈസ് ചെയ്യിക്കുവോ അതോ ഏത്ത പിടിക്കുവോ? ഏത്ത വിടാൻ അറിയോ ഇങ്ങനെ? ആ അങ്ങനെ ചെയ്യിപ്പിക്കത്തില്ല. കൈ ഇങ്ങനെ പൊക്കിയുള്ളൂ. പ്ലാൻ ചെയ്തേ സർ. സാറിന് എന്താ പ്ലാൻ ചെയ്തത്? ഇടിക്കാൻ. അയ്യോ ഒന്നും പാടില്ല കേട്ടോ. മാതാപിതാ ഗുരു ദൈവം. സംസർഗോ ഗുണോ ദോഷ കഷണ്ടി. ഞാൻ സ്കൂളിൽ പഠിക്കുമ്പോൾ ഒരിക്കൽ എന്നെ പഠിപ്പിച്ചൊരു സാറിന്റെ ബൈക്കിന്റെ ചാവി കാണാനില്ല. പുള്ളി തപ്പി നടക്കും. വൈകുന്നേരം 4 മണിക്ക് സ്കൂൾ വിട്ട് 4, 4:30, 5 മണിക്ക് ഒരു വർക്ക്ഷോപ്പുകാരനൊക്കെ വന്നിട്ടൊക്കെ എങ്ങോട്ടൊക്കെയാ പുള്ളി വീട്ടിൽ പോയത്. പിറ്റേ ദിവസം ഞാൻ വന്നപ്പോ എൻ്റെ ഒരു കൂട്ടുകാരൻ പതുക്കെ എനിക്ക് കാണിച്ചു തരുമോ എൻ്റെ കയ്യിലുണ്ടെന്നും പറഞ്ഞിട്ട്. ഇവന് ചാവി കിട്ടിയിട്ട് ഇവൻ കൊടുത്തില്ലെന്നേ. ഇവന് അപ്പൊ തന്നെ കിട്ടി. ഉച്ചയ്ക്ക് ഇറങ്ങിയപ്പോ താഴെ സാറിന്റെ ചാവി കിട്ടി. സ്കൂള് മുഴുവൻ മൈക്കിൽ കൂടെയൊക്കെ സാറിന്റെ ബൈക്കിന്റെ ചാവി കുട്ടികൾക്ക് കിട്ടിയാൽ എന്നൊക്കെ പറയും. ഇവന്റെ കൈ സാധനമുണ്ട്. ചെറു പ്രതികാരം. അവൻ ഇടിക്കാനൊന്നും പ്ലാൻ ഇട്ട, അവൻ കിട്ടിയത് കൊടുത്തില്ല, അത്രേ ഉള്ളൂ. അപ്പൊ എന്തായാലും നന്നായിരുന്നു, സൂപ്പർ ആവണം. സൂപ്പർ. ഹാപ്പി അല്ലേ? ഹാപ്പിയാ. ഓക്കെ, നന്നായിട്ട് ചെയ്തു, എല്ലാവർക്കും ഇഷ്ടമായി. ഓൾ ദി ബെസ്റ്റ്. Moving on to our next exclusive segment, the Excellence Award. ഈ സെഗ്മെന്റിൽ നമ്മോടൊപ്പം ചേരുന്ന താരം വിവിധ ടെലിവിഷൻ ചാനലുകളിൽ ജനശ്രദ്ധ നേടിയ പരിപാടികളിൽ മനോഹരമായ അതും സ്വതസിദ്ധമായ ശൈലിയിൽ പെർഫോമൻസുകൾ കാഴ്ചവെച്ച, അതിലൂടെയൊക്കെ നമുക്ക് ഇവർക്കും പ്രിയങ്കരനായ, ഇപ്പോഴിതാ സിനിമാ മേഖലയിലും നിരവധി കഥാപാത്രങ്ങൾ ചെയ്യുന്നു, വളരെ സജീവമായി തന്നെ പ്രവർത്തിക്കുന്നു, നമുക്ക് ഇവർക്കും പ്രിയങ്കരനായ ഹാസ്യ കലാകാരൻ ശ്രീ രാജേഷ് പരവൂർ. അദ്ദേഹത്തെ ഏറെ സ്നേഹത്തോടെ Once Upon a Time വേർഷൻ 2.0 ഈ വേദിയിലേക്ക് നമുക്ക് സ്വാഗതം ചെയ്യാം. ലെറ്റ്സ് വെൽക്കം രാജേഷ് പരവൂർ. രാജേഷേട്ടാ നമസ്കാരം. നമസ്കാരം. എന്തൊക്കെയാണ് വിശേഷങ്ങൾ? നല്ല വിശേഷം. രാജേഷ് ചേട്ടനെ നമ്മുടെ ഇവിടെ വരുന്ന എല്ലാവരും പരിചയമുള്ള ഒരു സഹപ്രവർത്തകനും തന്നെയാണ്. രാജേഷ് ചേട്ടൻ കുറച്ചുകൂടെ, കാരണം ഞങ്ങൾ ഒന്നിച്ചൊരു ട്രൂപ്പിൽ ഏകദേശം 3-4 വർഷം ഒന്നിച്ച് പരിപാടി ചെയ്തിട്ടുണ്ട്. 4 വർഷം എന്റെ തുടക്കകാലമാണ്. അന്ന് രാജേഷ് ചേട്ടൻ ഏത് വർഷമാണ് ഫീൽഡിലെത്തി പരിപാടി തുടങ്ങിയത്, പ്രൊഫഷണൽ മിമിക്രി തുടങ്ങിയത്? ഞാൻ അതിനു മുമ്പും ഫീൽഡിൽ ഉണ്ടായെങ്കിലും പ്രൊഫഷണലൊക്കെ ആയിട്ട് നമ്മള് ഏതാണ്ട് ആ കാലഘട്ടത്തില. അതിന് മുമ്പ് അവിടെ പറവൂര് പാട്ട കേന്ദ്രീകരിച്ചുള്ള നടപ്പൊക്കെ ആയിരുന്നു. അതെ, കാരണം രാജേഷ് ചേട്ടൻ വന്നിട്ട് ഒരു ട്രൂപ്പിൽ ഞങ്ങൾ കളിക്കുന്നു.
അങ്ങനെ സലീമേട്ടന്റെ ട്രൂപ്പിന്റെ മാനേജർ ഞാനായി. ആദ്യത്തെ ഷോ കഴിഞ്ഞപ്പോൾ തന്നെ ഞാൻ പറഞ്ഞല്ലോ, പണ്ടിരിക്കും പറഞ്ഞിട്ടുണ്ട്, രാത്രി ഷോ കഴിഞ്ഞപ്പം അന്ന് കാലത്ത് 18,000 രൂപ 10ന്റെ നോട്ടായിട്ട് കൊണ്ടു തന്നു. രാത്രി 3 മണിക്ക് എണ്ണണം. നോട്ടുകളൊന്നും ഒട്ടിപ്പിടിച്ചിരിക്കുക. പിരിവെടുത്ത് അമ്പല കമ്മിറ്റി പിരിച്ചു തന്ന പൈസ എണ്ണീട്ടും തീരുന്നില്ല. അങ്ങനെ പൈസ കണക്കൊക്കെ തെറ്റി എന്റെ മാനേജർ സ്ഥാനം മാറ്റിയിട്ട് സലീം കുമാർ ഏട്ടന്റെ ട്രൂപ്പിന്റെ മാനേജറാക്കി നേരെ നിയോഗിച്ച ആളാണ് രാജേഷ് ഏട്ടൻ എന്ന് പറയുന്നത്. വളരെ സിൻസിയർ ആയിട്ടുള്ള മാനേജറായിരുന്നു. ട്രൂപ്പില് കുറേ വേഷങ്ങൾ നമ്മൾ നല്ല കുറേ വേഷങ്ങൾ ട്രൂപ്പിൽ ചെയ്തിട്ടുള്ള ഒരു കലാകാരനാണ് രാജേഷ് ഏട്ടൻ. ഇപ്പം ഒരുപാട് സിനിമകളിൽ നിങ്ങളൊന്നും ചെയ്തിട്ടില്ലേ? ഞാൻ ശരിക്കും പറഞ്ഞാൽ എൻ്റെ ജീവിതത്തിൽ ഞാനിതുവരെ ഈ സ്കിറ്റ് ചെയ്തിട്ടില്ല. പ്രത്യേകിച്ച് ഈ സൗണ്ട് ഇട്ടിട്ട് ലിപ്പ് കൊടുക്കുന്ന പരിപാടി ചെയ്തിട്ടേ ഇല്ല. ഇദ്ദേഹത്തിന്റെ രചനയിലാണ് ഞാൻ ആദ്യമായിട്ടൊരു ചാനൽ ഷോയ്ക്ക് ഞാൻ അങ്ങനത്തെ ഒരു ക്യാരക്ടർ ചെയ്തു. ഒരു അല്ലേ ഒരു സംവിധായകനായിട്ട് തന്നെ. അതുപോലെ തന്നെ ഞങ്ങളൊപ്പം ഇട്ടിമാണിയിൽ അഭിനയിച്ചു. ഇദ്ദേഹം ഒരു ബ്രോക്കറായിട്ടും ഞാൻ ആ പെൺകുട്ടിയുടെ അമ്മാവനായിട്ടും ഇട്ടിമാണിയിൽ അഭിനയിച്ചു. പിന്നെ എനിക്ക് തോന്നുന്നു എല്ലാ മേഖലയിലും ഇപ്പം ഒരുപാട് മിമിക്രി കലാകാരന്മാരുടെ ബന്ധമുള്ള ഒരാളാണ് ഞാൻ. എല്ലാവർക്കും നിങ്ങളെക്കുറിച്ച് നല്ല മതിപ്പാണ്. അതൊരു വലിയ കാര്യമാണ്. കാരണം ആളുകൾ നമ്മളെക്കുറിച്ച്, പ്രത്യേകിച്ച് നമ്മുടെ സഹജീവികൾ നമ്മളെക്കുറിച്ച് നല്ലത് പറയുന്നതാണ് ഒരു മനുഷ്യന് കിട്ടാവുന്ന ഏറ്റവും വലിയ സമ്പത്ത്. അതിൻ്റെ എല്ലാവിധ പ്ലസും നിങ്ങളുടെ ജീവിതത്തിലുണ്ട്, ഇനി ഒരുപാടുണ്ടാവും. താങ്ക് യു. രാജേഷേട്ടൻ അത് കഴിഞ്ഞിട്ട് ആ സമയങ്ങളിൽ എനിക്ക് തോന്നുന്നു ഇവര് ഞങ്ങളുടെ ട്രൂപ്പിൽ നിന്ന് 1 വർഷം മാറിയിട്ട് വേറെ രസിക എന്നും കണ്ട് പറയുന്ന കൊച്ചിൻ ഷാജിച്ചന്റെ രസിക ട്രൂപ്പിൽ പോയി. അവിടെ രാജേഷേട്ടനാണോ ജനലിംഗ് മാല ഉരി വെച്ച് കിടന്നുറങ്ങിയിട്ട് ഏതോ കള്ള നിങ്ങളുടെ മാല എടുത്തുകൊണ്ട് പോയത്? മാല മാത്രമല്ല, അന്ന് 5 ദിവസം ക്യാമ്പ് പ്രോഗ്രാമായിരുന്നു. അത് കഴിഞ്ഞ് വന്നിട്ട് എല്ലാവരും അന്നത്തോടെ ഷോ കഴിഞ്ഞു. അപ്പൊ 5 ദിവസത്തെ പൈസയും ഉണ്ടായിരുന്നു. ഞങ്ങളൊരു 5-6 പേര് കിടപ്പുണ്ടായിരുന്നു. റൂമിൽ വന്ന് കിടന്നിട്ട് വെളുപ്പിന്, അന്ന് വണ്ടിയൊന്നുമില്ല, വെളുപ്പിനുള്ള ബസ്സിന് പോകാൻ വേണ്ടിയിട്ട് അതിന്റെ ഓഫീസിൽ കിടന്നുറങ്ങിയതാ. ഒരു കള്ളൻ ഇതൊക്കെ വാച്ച് ചെയ്ത് ഇപ്പുണ്ടായിരുന്നു. പുള്ളി ജനലൊക്കെ കൂടെ എല്ലാവരുടെയും ബാഗും ഷർട്ടും ഇതൊക്കെ പൈസയൊക്കെ എടുത്തിട്ട് ലാസ്റ്റ് എന്റെ കഴുത്തിൽ മാലയിലും പിടിച്ചു പോട്ടിട്ട് അപ്പഴാ അറിയുന്നത് എല്ലാം പോയി. സർവ്വ സാധനങ്ങളും പോയിട്ട് അതായത് ഭയങ്കര ആഭരണ വിഭൂഷിതരായിട്ട് പോയിട്ട് പിന്നെ അടുത്ത വർഷം വീണ്ടും ട്രൂപ്പിൽ വന്നേക്കാം. ഇത്തവണ അന്ന് ഞങ്ങൾക്ക് ഇതൊക്കെ വലിയ വിഷമം ഉണ്ടാക്കിയ സംഭവങ്ങളാണ്. അത് ഒരുപാട് ഉറക്കം നിന്നുണ്ടാക്കിയ പൈസയൊക്കെ ആണല്ലോ വളരെ എളുപ്പത്തിൽ കൊണ്ടുപോയിട്ടുള്ളത്. ഞാനിങ്ങനെ ആലോചിക്കുക, ഞാൻ ഇവരിങ്ങനെ രാജേഷേട്ടനൊക്കെ എത്തിച്ച മലയാള സിനിമയുടെ കൂടെ ഉണ്ണികൃഷ്ണൻ എന്ന് പറഞ്ഞിട്ട് ഇതൊക്കെ ഇങ്ങനെ കണ്ടോണ്ടിരുന്നതാണ് 4 വർഷം. വസൂത വന്നു പോവാൻ പിഷാരടി ഈ സ്റ്റാലിൻസിൽ, അതായത് സലികുമാറേട്ടന്റെ ട്രൂപ്പിൽ കളിച്ചിരുന്നപ്പോ അന്ന് ആകെ ചെയ്യുന്നത് ഒരു സ്റ്റാറാണ് ജനാർദ്ദനൻ ചേട്ടൻ. ഫസ്റ്റ് തുടക്കത്തില്. അപ്പൊ ഈ ജനാർദ്ദനൻ ചേട്ടൻ ഇവനാണ് ചെയ്യുന്നത്. അപ്പൊ ഒരു ദിവസം എന്റെ കൂടെ ഒരു കൂട്ടുകാരൻ വന്നു. ഇവൻ എന്നോട് ചോദിച്ചു, ആരാ ചേട്ടാ ഇത്? അപ്പൊ ഞാൻ പറഞ്ഞു, പുതിയ ആളാടാ, സ്റ്റാർ ചെയ്യാൻ വന്നേക്കനാണ്. അപ്പൊ ചോദിച്ചു, ഏത് സ്റ്റാർ? ഞാൻ പറഞ്ഞു, ജനാർദ്ദനൻ എന്ന് പറഞ്ഞതോടെ ഇവന്റെ കയ്യിൽ നിന്ന് പോയി. ഇവനാകെ ചെയ്യുന്ന ഒരു സാധനമാണ്. ഒരുപാട് കഴിവുള്ള ആളാണ്. എന്നാ ജോസ് പ്രകാശ് ജോസ് പ്രകാശ് എല്ലാവരും പറയുന്നത് ഇമിറ്റേറ്റ് ചെയ്യുന്നത് ഈ മുതലക്കുളവും അതൊക്കെ ആയിട്ട് വില്ലനായിട്ടുള്ള സാധനങ്ങളാണ്. ഇത് അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് പുള്ളി ഒരു പള്ളിയിലച്ചനായിട്ട് കോട്ടയം കുഞ്ഞച്ചനില് ഒരു ഡയലോഗ് പറഞ്ഞിട്ടുണ്ട്. അത് ഞാനൊന്ന് ശ്രമിച്ചു നോക്കാം. പണ്ട് പറഞ്ഞേക്കനാണ്. ഞാൻ ആലപ്പുഴയിലെങ്ങ് ഒരു മതപ്രസംഗവും കഴിഞ്ഞു വരുന്ന വഴി കോട്ടയത്തിന്റെ അഴുക്ക് ചെല്ലെങ്ങ് ഒരു ജോലി കുഞ്ഞിന്റെ കഴുത്തിൽ കേട്ടു. ഞാനവനെ എടുത്തു, വളർത്തി, നന്നായി പഠിപ്പിക്കുകയും ചെയ്തു. പിന്നീട് ഞാനവനെ കാണുന്നത് വർഷങ്ങൾക്ക് ശേഷമാണ്. അന്നവൻ കോട്ടയത്തിന്റെ ഒരു അറിയപ്പെടുന്ന റൗഡിയായി കഴിഞ്ഞിരുന്നു. നാട്ടുകാർ അവനൊരു പേരും കൊടുത്തു, കോട്ടയം കുഞ്ഞച്ചൻ നിന്ന്. ബലവേ, ആരാടായി കുഞ്ഞച്ചൻ? ഒടുവിൽ ഉണ്ണികൃഷ്ണൻ. ബസൂദേ വന്നിരിക്കണു നിന്റെ മോൻ. ഹൈ, എവിടെയായിരുന്നു ശ്രീധരാ നീ? 1 ഇടി 2 ചവിട്ട്. പിന്നെ എനിക്ക് അങ്ങോട്ടൊന്നും ഓർമ്മയില്ല. ഹേ, എന്താ അവിടെ ഒരു പുകില്? പൂരല്ലേ പൂരം, കലികാല വൈഭവം, അല്ല എന്ത് പറയാനാ. ഒരുപാട് കാലമായി. അയ്യോ, ഒരു ഉത്സവപ്പറമ്പിൽ ഞങ്ങൾ പരിപാടിക്ക് പോയി. അപ്പോൾ പരിപാടിക്ക് വന്നപ്പോൾ ഞങ്ങളെല്ലാം ഭക്ഷണം കഴിച്ചു. ഭക്ഷണം കഴിച്ചു കഴിഞ്ഞിട്ട് ഞങ്ങളെല്ലാം സ്റ്റേജും കർട്ടൻ കെട്ടാനൊക്കെ പോയപ്പോൾ അബ്ദുൽ ഖാദർ ഭക്ഷണം കഴിക്കാൻ ചെല്ലുമ്പോഴത്തേക്ക് ഒരുപാട് നാട്ടുകാർ ഭക്ഷണം കയറി കഴിക്കുന്നു എന്ന് പറഞ്ഞിട്ട് കമ്മിറ്റിക്കാർ ഇതിന് കൂപ്പൺ വെച്ചു. കൂപ്പൺ ഉള്ളവർക്ക് ഊണുള്ളൂ എന്ന് പറഞ്ഞു. അബ്ദുൽ ഖാദർ എന്ന് കയറിയപ്പോൾ തന്നെ ഒരാൾ തടഞ്ഞിട്ട് കൂപ്പൺ ഉണ്ടോ എന്ന് ചോദിച്ചു. ഇയാളില്ലെന്ന് പറഞ്ഞു. താൻ ഏതാന്ന് ചോദിച്ചു. ഞാൻ പരിപാടിക്ക് വന്നതെന്ന് പറഞ്ഞു. ഇയാൾ പറഞ്ഞു, പരിപാടിക്ക് വന്നവരൊക്കെ കഴിച്ചിട്ട് പോയി, താനങ്ങ് മാറി നിൽക്കുമെന്ന് പറഞ്ഞ് തള്ളി. അപ്പൊ ഈ തള്ളിന് ഇച്ചിരി ബലം കൂടിയിട്ട് അബ്ദുൽ ഖാദർ പുറകോട്ട് വീണുപോയി. അറിയാതെ ഒരു സ്റ്റെപ്പായിരുന്നു അവിടെ. എണീറ്റ് അബ്ദുൽ ഖാദർ അയാൾക്കൊരു ഒറ്റ അടി വെച്ചു കൊടുത്ത്. അടി കൊണ്ടത് ഉത്സവ കമ്മിറ്റിയുടെ സെക്രട്ടറിക്ക് ഇട്ട. നല്ലൊരു അമ്പലത്തിന്റെ സെക്രട്ടറിയെ തള്ളിയത് അബ്ദുൽ ഖാദർ.
അബ്ദുൽ ഖാദർ എന്തിനാ ഇവിടെ വന്ന് തല്ലിയെന്നും ചോദിച്ച് വഴക്കുണ്ടാവുന്നു. കുട്ടനെ തന്നെ ഞാൻ സ്റ്റേജിന്റെ ബാക്കിങ് പൊരുത്തം വന്നു പറഞ്ഞാൽ അബ്ദുൽ ഖാദറിനെ അവിടെ കമ്മിറ്റിക്കാരായിട്ട് തല്ലുണ്ടോ എന്ന് പറഞ്ഞു. ഞാൻ ഓടി ചെന്നപ്പോൾ എനിക്കിട്ടും കിട്ടി 2-3 എണ്ണം. 4 ഇടി ഞങ്ങളെയൊക്കെ പിടിച്ചിട്ട് 2-3 പേരെ പിടിച്ച് ഇടിച്ചിട്ട് ഉത്സവ കമ്മിറ്റിയുടെ മോളിൽ ഒരു ബിൽഡിങ്ങിന്റെ 2ാം നിലയിൽ ഞങ്ങളെ പൂട്ടിയിട്ട് കുറച്ചു നേരം. എന്നിട്ട് പോലീസ് ജീപ്പ് വന്നിട്ട് സ്ട്രോയ്ക്ക് വന്ന ഒരു ആർട്ടിസ്റ്റിനെ ഉത്സവ പറമ്പിൽ കൂടെ പോലീസ് ജീപ്പിൽ കയറ്റി സ്റ്റേഷനിലോട്ട് കൊണ്ടുപോയി. ഇനി ആ പറമ്പിൽ ഞങ്ങൾ പരിപാടി കൊടുക്കണം. അപ്പൊ ഞാൻ ചെന്ന് പോലീസുകാരോട് പറഞ്ഞു, ഞങ്ങളുടെ മെയിൻ ആർട്ടിസ്റ്റാണ്, എങ്ങനെയെങ്കിലും വിട്ടു തരണം, അവനില്ലെങ്കിൽ ഷോ നടക്കില്ലെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ പോലീസ് പറഞ്ഞോടോ താൻ എന്താ പറയണേ, ഇവനെ കൊണ്ട് ഇനി പരിപാടി നടത്താൻ പറ്റുമോ ആ നാട്ടില്? നിങ്ങൾ അവൻ ഇല്ലാണ്ട് പരിപാടി കളിക്കാൻ നോക്ക്. എന്നിട്ട് ഞാനാണെങ്കിൽ പരിചയപ്പെടുത്തുന്നതിനകത്ത് നിന്നൊക്കെ അബ്ദുൽ ഖാദറിന്റെ വീഡിയോ ഒക്കെ മാറ്റാൻ പറഞ്ഞു. കാരണം അയാളെ കാണിച്ച കൂവും ഈ പ്രശ്നമുണ്ടല്ലോ. അങ്ങനെ ഞാൻ അവിടെ ചെന്ന് നിൽക്കുമ്പോൾ ആകെ ഈ ഒരു മമ്മൂട്ടിയെ പുള്ളി ചെയ്യുന്നുള്ളൂ. ഞാൻ ഈ ട്രൂപ്പിലുള്ള എല്ലാവരോടും ചോദിച്ചു, നിങ്ങൾ ആരെങ്കിലും ആ മമ്മൂട്ടി ചെയ്യോ എന്ന് ചോദിച്ചപ്പം എല്ലാവരും കൈവച്ച് ഒഴിഞ്ഞ് ആ മമ്മൂട്ടിയുടെ വേഷം ഞാൻ ഏറ്റെടുത്ത് ഫസ്റ്റ് ഇൻട്രൊഡക്ഷനാ വടക്കം വീരഗാഥയിലെ മമ്മൂട്ടി ഞാൻ. പക്ഷേ 2.5 മണിക്കൂർ പരിപാടി കഴിഞ്ഞപ്പം ഈ പരിപാടിയൊക്കെ എന്തേലും കുഴപ്പമുണ്ടെങ്കിൽ നമ്മളെ ആൾക്കാർ ഇടിക്കും എന്നൊക്കെ പരിപാടിക്ക് ഒരു സംശയമില്ല. ഗ്യാരണ്ടി പ്രോഗ്രാമാണ്. പ്രോഗ്രാം കഴിഞ്ഞപ്പോൾ ആളുകൾക്ക് ഞങ്ങളോടൊരു ഇഷ്ടമായി. ആയുധങ്ങളൊക്കെ പാവങ്ങളല്ലേ പൊക്കോട്ടെ എന്നുള്ള അവസ്ഥ വരെയായി. അന്നേരം ഒരാൾ ചോദിക്കുക, ഷോ തുടങ്ങുന്നതിന് മുമ്പ് മറ്റേ ആളെ മെയിൻ എന്ന് പറഞ്ഞിട്ട് അയാൾ ഇല്ലാഞ്ഞിട്ട് ഒരു കുഴപ്പമില്ലായിരുന്നല്ലോ, സത്യത്തിൽ അവനെ തല്ലിക്കാൻ വേണ്ടി കൊണ്ടുവന്നതാണോ എന്ന് ചോദിച്ച് പിന്നെയും പ്രശ്നമായി. അങ്ങനെ 3 മണി വരെ പോലീസ് സ്റ്റേഷനിൽ ഇരുന്ന് അബ്ദുൽ ഖാദറിനെ ഇറക്കിയിട്ടാണ് ഞങ്ങൾ പോയത്. അതൊക്കെ വലിയ ഓർമ്മകൾ ആ സമയത്ത്. താങ്ക് യു സോ മച്ച് രാജേഷ് ഏട്ടാ. ഒരുപാട് സന്തോഷം കൺസെപ്റ്റ് ടൈമിന്റെ വേദിയിൽ എത്തിയതിൽ. രാജേഷ് ഏട്ട് ആ സ്നേഹാദരം കൈമാറാനായിട്ട് ഞാൻ രമേശ് ഏട്ടനെയും ജോണി ആന്റണി സാറിനെയും വേദിയിലേക്ക് ക്ഷണിക്കുന്നു. പ്ലീസ്. ശ്രീ പറവൂർ രാജേഷ് ചേട്ടൻ, അദ്ദേഹം ഒരുപാട് സ്ക്രിപ്റ്റുകൾ, നമ്മൾ കാണുന്ന കോമഡി സ്കിറ്റുകൾ എഴുതിയിട്ടുള്ള ആളാണ്. പ്രകടനങ്ങൾ കാഴ്ചവെച്ചിട്ടുള്ള ആളാണ്. ഒരുപാട് മികച്ച സിനിമകളിൽ നല്ല വേഷങ്ങൾ കൈകാര്യം ചെയ്തിട്ടുള്ള ആളാണ്. ടെലിവിഷൻ സീരിയലുകളിലുണ്ട്. സാധാരണ സ്കിറ്റിലുള്ള ഒരു സീരിയൽ ഉണ്ടാവില്ല, സീരിയലുള്ള ഒരു സ്കിറ്റിൽ ഉണ്ടാവില്ല എന്നൊക്കെ പറയും. അദ്ദേഹം സ്കിറ്റിലും ഉണ്ട്, സീരിയലിലും ഉണ്ട്, സിനിമയിലും ഉണ്ട്, സ്റ്റേജിലും ഉണ്ട്. ഇങ്ങനെ കലയുടെ സമസ്ത മേഖലകളിൽ വ്യക്തിമുദ്ര പതിപ്പിച്ച് മുന്നേറുന്ന ഏറ്റവും മികച്ച പ്രതിഭ, ഒരുപാട് വർഷത്തെ പരിചയമുള്ള സുഹൃത്ത്, സഹപ്രവർത്തകൻ. അദ്ദേഹം ഈ വേദിയിൽ വന്നത് ഒരു വലിയ സന്തോഷമായി കാണുന്നു. ഒരുപാട് നന്ദിയോടുകൂടി അദ്ദേഹത്തിന് ഒരു ചെറിയ ആദരവ്. അപ്പോ ഇന്നൊരു മിടുക്കി കുട്ടിയും മിടുക്കനുമാണ് പെർഫോം ചെയ്തത്. അവരിൽ ആരാണ് ബെസ്റ്റ് പെർഫോമർ നമുക്ക് കണ്ടുപിടിക്കാം. അതിന് മുൻപായി ലെറ്റ്സ് വെൽക്കം മുഹമ്മദ് റിജാസ് ആൻഡ് കെൻസ ഓൺ ടു ദിസ് ഫ്ലോർ. ജോണി ചേട്ടൻ രണ്ടുപേരും സൂപ്പറായിരുന്നു. രണ്ടുപേരും അവനവന്റെ രീതിയിലൊരു മികച്ച പ്രകടനങ്ങളാണ് കാഴ്ചവെച്ചിട്ടുള്ളത്. രണ്ടുപേരും ചിരിച്ച് കളിച്ച് രസിച്ച് പഠിച്ച കാര്യങ്ങൾ ഭംഗിയായിട്ടും വൃത്തിയായിട്ടും അവതരിപ്പിച്ചു. എങ്കിലും കുറച്ചുകൂടെ രസമായി, നമുക്ക് കണ്ടപ്പോൾ കൂടുതൽ ചിരി വന്ന പ്രകടനം കാഴ്ചവെച്ചത് കെൻസയാണ് ബെസ്റ്റ് പെർഫോമർ. അപ്പൊ രണ്ടുപേർക്കും കൺഗ്രാറ്റുലേഷൻസ്. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. ഇന്നത്തെ എപ്പിസോഡ് ഒരു അച്ഛന്റെയും മകന്റെയും സന്മനസ്സാണ്. ഒരു ഡേറ്റ് ക്ലാഷ് പലപ്പോഴും സംഭവിക്കാം, പക്ഷെ അവര് നമ്മളോട് അത് സമ്മതിച്ചു. അതുകൊണ്ടാണ് നമുക്കിത് ഷൂട്ട് ചെയ്യാൻ കഴിഞ്ഞത്. അപ്പൊ ജോണി ചേട്ടൻ നമുക്ക് കൊച്ചിന്റെ പിറന്നാളുടെ മോനെ വാടാ, നിന്റെ പിറന്നാൾ. ഞാൻ പറഞ്ഞില്ലേ, പിഷാരടിയൊക്കെ നല്ല മനസ്സിന് ഉടമയാണ്. അതെ അതെ, ഒരുപാട് പേര് പറയുന്നത്. പിന്നെ ഗംഭീരായി. അതെ അതെ, ഇവിടെ നടന്ന പരിപാടി വളരെ ഗംഭീരായി. ഇത് പിടിച്ച ഞാൻ പോയി ആ കേക്ക് എടുത്തോണ്ട് വരാം കേട്ടോ. സന്തോഷം. ജോണി സാറിന്റെ ഒരു വീഡിയോ എടുത്ത് നമുക്കൊന്ന് എടുക്കാനാ? മോഹൻലാലിന് അയച്ചു കൊടുക്കാനാ? അല്ല, ഞാൻ പറഞ്ഞുള്ളൂ. പിഷാരടി അയച്ചു. പിഷാരടി തന്നെയാണ് കേക്ക് കൊണ്ടുവന്നത്. ജോണി സാർ തന്നെ കേക്ക് മുറിക്കുന്നു. ഇതിൽ പരം ഒരു ഭാഗ്യം എന്റെ മകൻ ഈ ബർത്ത്ഡേക്ക് കിട്ടാനില്ല. എന്റെ സർവേശ്വര, ഞാൻ എന്ത് പുണ്യ ചെയ്തത്. Happy birthday to you. Happy birthday to Jayadu Krishnan. Happy birthday to you.
ഈ കുഴപ്പമായി. ചേട്ടൻ CD മ്യൂസിയൊക്കെ ചെയ്തതല്ലേ, ചേട്ടന് പിള്ളേരുടെ ട്രെൻഡ് അറിയാവുന്നതല്ലേ, എന്നാ ചെയ്യണേ? പിള്ളേരുടെ ട്രെൻഡ് എനിക്കറിയാം, പക്ഷേ പിള്ളേരുടെ അപ്പൻ്റെ ട്രെൻഡ് എനിക്കറിയില്ല വിഷാരടി. ഷോക്കായി വട്ടായി. പിഷാരടി നമ്പർ ഒന്നും എൻ്റെ അടുത്ത് വേവില്ല. ഇതൊക്കെ ഞാൻ കുറെ വീഡിയോയില് നമ്മുടെ ഈ ഫേസ്ബുക്കിലൊക്കെ കണ്ടിട്ടുള്ളതാ. ഈ വലിയ വലിയ ഇവന്റുകാരെ മോനെ കല്യാണത്തിനും മറ്റുള്ള പെരതാമസിനൊക്കെ ഇങ്ങനെ കേക്ക് അവര് കൊണ്ടുവരും. എന്നിട്ട് അവര് കേക്ക് കൊണ്ടുവന്നിട്ട് അവര് തന്നെ അത് തട്ടിക്കളയും. അത് തട്ടിക്കളഞ്ഞിട്ട് അപ്പൊ നമ്മളെല്ലാരും ഞെട്ടി നിൽക്കും. ഇഷ്യൂ എന്താ പറഞ്ഞ ഇവര് മോളിന്ന് കേക്ക് കെട്ടിയിറക്കും. പിഷാരടി ആരാ മോന്നറിയോ? എപ്പോഴും വെറൈറ്റികളാണ് ആള് പിഷാരടി. അവ മോൻ പേടിക്കണ്ട, ഇതൊക്കെ ഇവരുടെ അഭ്യാസന്. കേക്ക് മോളിൽ നിന്ന് വരും, വരും മോളിട്ട് നോക്കിയെന്നോ കേക്ക് വരും. മോനെ ഏറ്റവും മുകളിലേക്ക് നോക്കി നോട്ടാ, ഏറ്റവും മുകളിൽ നിന്നായിരിക്കും വരാം. പിഷാരടി മോളിൽ നിന്ന് വരുവോ? എന്റെ കൂടെ വാ, ഇതൊക്കെ പറ്റിക്കില്ല, പറ്റിക്കില്ല. ആ അപ്പൊ പോകുന്നിടത്ത് എന്നെ പറ്റിക്കുവോ? ആ പിഷാരടിയേ കേട്ടോ